റോളിൻ സർ, നമുക്ക് ആരംഭിക്കാം. റോളിൻ സർ, ഇപ്പോ ഏതാണ്ട് അഡ്മിറ്റ് ചെയ്യാവുന്നവരുടെ എണ്ണമായിട്ട് ഞാനൊരു സാധ്യത പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. തുറവൂർ BRCയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് അധ്യാപകർക്കായി ഒരു പ്രത്യേക ക്ലാസ് ഏർപ്പാടാക്കിയിരിക്കുകയാണ്. ഇന്ന് ഈ ക്ലാസ് നയിക്കുന്നത് ശ്രീ ജോൺ റോളിൻ സർ ആണ്. അദ്ദേഹം സൈക്കോളജിസ്റ്റ് ആണ്. അതോടൊപ്പം ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന TA സൈക്കോളജി പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്നു. ഒരുപാട് വർഷത്തെ അനുഭവ പരിചയം അദ്ദേഹത്തിന് ഈ മേഖലയിലുണ്ട്. അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഒരു സ്റ്റുഡന്റ് ആയിരിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനും വളരെ പോസിറ്റീവായി എല്ലാ കാര്യങ്ങളെ കാണാനും എനിക്ക് ഒരു പ്രചോദനം തന്നിട്ടുണ്ട്. അതേ പ്രചോദനം എൻ്റെ സഹപ്രവർത്തകരായ എല്ലാവർക്കും ആവശ്യമാണ് എന്നൊരു തോന്നലിൽ നിന്നാണ് ഇന്നിങ്ങനെ ഒരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തത്. അധ്യാപകര് ഇപ്പോൾ നിലവിൽ വല്ലാത്തൊരു ക്രൈസിസിലൂടെയാണ് കടന്നു പോകുന്നത്. എനിക്ക് നല്ല ധാരണ. കാരണം കോവിഡ് ഡ്യൂട്ടി ഉണ്ട്, അതുപോലെ അഡ്മിഷൻ നടക്കുന്നു, കുട്ടികൾക്ക് TC കൊടുക്കണം, അതിൻ്റെ ഇടയിൽ ഓൺലൈൻ പ്രവേശനോത്സവം, സ്കൂൾ തലം, ക്ലാസ് തലം, അങ്ങനെ ഫോൺ താഴെ വെക്കാൻ പറ്റാത്ത തിരക്കുകളിലാണ് അധ്യാപകരെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരനുഭവിക്കുന്ന സ്ട്രെസ്സിനെ പറ്റിയും സ്ട്രെയിനെ പറ്റിയും ഒക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അധ്യാപകരുടെ ഒപ്പം കൂടി തുറവൂർ BRC ഉണ്ട്. ഏറ്റവും സമചിത്തതയോടെ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അധ്യാപകരുടെ ഏറ്റവും വലിയ ദൗത്യവും കർത്തവ്യവും, പ്രത്യേകിച്ച് ഈ ഓൺലൈൻ പഠനകാലത്ത്. അപ്പോൾ അതിന് നമ്മൾ മനസ്സുകൊണ്ട് ഒന്ന് ഒരുങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ഒരു ഒരുക്കത്തിന് അടുത്ത 1 മണിക്കൂറിൽ ജോൺ സാറിന്റെ ക്ലാസ്സിലൂടെ അല്ലെങ്കിൽ വാക്കുകളിലൂടെ നിങ്ങൾക്ക് സാധിക്കും എന്ന ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്. ഈ പരിപാടിക്ക് വളരെ സ്നേഹത്തോടെ സൗഹൃദത്തോടെ സംബന്ധിച്ച ആലപ്പുഴ സ്കൂൾ ഓഫ് ലൈഫ് സ്കിൽസിന്റെ ഡയറക്ടർ ഷാജി സാറ്, അദ്ദേഹത്തിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആളാണ് റോളിൻ സാറ്. അപ്പോൾ സ്കൂൾ ഓഫ് ലൈഫ് സ്കിൽസിനോടുള്ള നന്ദി ഈ സമയം പ്രത്യേകം അറിയിക്കുന്നു. അതോടൊപ്പം റോളിൻ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ ക്ലാസ് എടുക്കുന്നതിന് ക്ഷണിക്കുന്നു. അധ്യാപകർ ഇത്രയും വേഗം ഫില്ലായൊരു ഗൂഗിൾ മീറ്റ് എനിക്ക് ആദ്യത്തെ അനുഭവമാണ്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. ഒരുപാട് പേര് ഇനിയും അഡ്മിഷൻ ഇതിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ അതിനകത്ത് ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമില്ല. ഈ ഗൂഗിൾ മീറ്റ് മുഴുവനായും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ് കേൾക്കാൻ പറ്റാതിരുന്ന മുഴുവൻ അധ്യാപകർക്കും ഇത് വീണ്ടും കേൾക്കാനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കുക കൂടി ചെയ്യും. നല്ലൊരു പുതുവർഷത്തിലേക്ക് നിറഞ്ഞ മനസ്സോടെ എല്ലാ അധ്യാപകർക്കും കുഞ്ഞുമക്കളുടെ മുന്നിലേക്ക് എത്താൻ ജഗദീശ്വരൻ സഹായിക്കട്ടെ. അതിനുള്ള ആത്മവിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് എടുക്കാനായി റോളിൻ സാറിനെ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എന്നെ ഇത്രയും കേട്ടതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. നന്ദി, നമസ്കാരം. Thank you, Srija ma'am, for your nice words. Good evening, all of you. ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഗുരുക്കന്മാരോടാണ് എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു ക്രൈസിസ്. അതാണ് ഇപ്പൊ എനിക്കുള്ളൊരു സ്ട്രെസ്. ഞാൻ സംസാരിക്കുന്നത് ആചാര്യന്മാരോടാണല്ലോ എന്നുള്ളത്. അപ്പൊ ഈ സ്ട്രെസ്സിലാണ് ഞാൻ. തുടക്കത്തിൽ എനിക്ക് നിങ്ങളോടുള്ള ഒരു ചോദ്യം ഇതാണ്: വാട്ട് ഈസ് യുവർ റീസൺ ഫോർ ഗെറ്റിംഗ് അപ്പ് ഇൻ ദി മോർണിംഗ്? ഇന്ന് രാവിലെ എഴുന്നേൽക്കാൻ ഉണ്ടായ കാരണം എന്ത്? ആർക്കെങ്കിലും ഒക്കെ പറയാം. Why you got up in the morning?
Is it because of stress? സ്ട്രെസ് ആണോ രാവിലെ ബെഡിൽ നിന്ന് ചാടി എഴുന്നേക്കാൻ നമ്മളെ പ്രേരിപ്പിച്ച ഘടകം? ഇടയ്ക്ക് എപ്പോഴോ ഉണർന്നിട്ട് പിന്നെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നതല്ലാതെ ഉറങ്ങാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇന്ന് അതിരാവിലെ എഴുന്നേറ്റു. അങ്ങനെ സ്ട്രെസ് ആണോ അതിനൊരു കാരണമായിട്ടുള്ളത്? Because of responsibility. Because of responsibilities. ഓക്കെ, അപ്പൊ ചുമതലാ ബോധമാണ് എന്നെ രാവിലെ എഴുന്നേക്കാൻ പ്രേരിപ്പിച്ചത്, ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ. അപ്പം ആ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തമായ പ്ലാനുമായിട്ടാണ് ഞാൻ കിടന്നതെങ്കിൽ എപ്പോഴെഴുന്നേറ്റാലേ എനിക്കിത് ഭംഗിയായിട്ട് ചെയ്യാം എന്നൊക്കെയുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ആ കാൽക്കുലേഷൻ അനുസരിച്ചാണ് എഴുന്നേറ്റതെങ്കിൽ ഞാൻ എഴുന്നേറ്റ് ബെഡിൽ ഇരുന്നിട്ട് ഞാനൊന്ന് ചിരിക്കുമോ? ഈ ഒരു ദിവസം കൂടി എനിക്ക് എന്റെ ജീവിതത്തിലേക്ക് തന്നതിന്, ഈ മനോഹര തീരത്ത് തരുമോ ഒരു ജന്മം കൂടി എന്ന് പാടിപ്പോയ കവിയെ ഓർത്ത് ഈ ഒരു ദിവസം കൂടി എനിക്ക് ഈ മനോഹര തീരത്ത് തന്നതിന് നന്ദി പറയുമോ? എന്നിട്ട് ഞാൻ എൻ്റെ ഉള്ളിൽ ഒരു ചിരി, ആ ചിരിയുമായിട്ടാണോ ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വരിക? എന്തായിരുന്നു ബെഡിൽ എഴുന്നേറ്റിരുന്നപ്പോൾ മനസ്സിൽ വന്ന ആദ്യത്തെ ചിന്ത? അത് നമുക്ക് സുഖം തരുന്ന ചിന്തയായിരുന്നോ, സ്ട്രെസ് തരുന്ന ചിന്തയായിരുന്നു? ഇതിൽ എത്ര പേർക്കുണ്ട് സ്ട്രെസ്? ഹൗ മെനി ഓഫ് യു ഹാവ് സ്ട്രെസ്? സ്ട്രെസ് ഇല്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? അതൊരു വല്ലാത്ത ചോദ്യമാണല്ലേ. ഞാൻ സ്ട്രെസ് ഇല്ലാതെ സുന്ദരമായിട്ട് ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി പേർ. ഐ സോ പീപ്പിൾ സ്ലീപ്പിംഗ് വിതൗട്ട് സ്ട്രെസ്. ഒരു സ്ട്രെസ്സും ഇല്ലാതെ ഒട്ടനവധി പേര് ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ കണ്ടത് ദി ഓൺലി പേഴ്സൺ വിതൗട്ട് സ്ട്രെസ് ഈസ് എ ഡെഡ് പേഴ്സൺ. ഞാൻ ഇവിടെയാണ് കണ്ടത്, സിമിത്തേരിയിൽ, ശവപ്പറമ്പിൽ. അവിടെ ഒത്തിരി പേര് ഉറങ്ങുന്നുണ്ട് ഒരു സ്ട്രെസ്സും ഇല്ലാതെ. അപ്പോൾ സ്ട്രെസ് ഇല്ലാത്തൊരു മനുഷ്യനുണ്ടെങ്കിൽ അവൻ മരിച്ച മനുഷ്യനാണ്, എ ഡെഡ് പേഴ്സൺ. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ ദാറ്റ്സ് എ സിഗ്നൽ ആൻഡ് സിംപ്റ്റം ഓഫ് ലൈഫ്. നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ സ്വഭാവമാണ് സ്ട്രെസ്. നമ്മൾ ജീവിക്കുന്നു എന്നതിന്റെ ലക്ഷണമാണ് സ്ട്രെസ്. സോ ദി ഓൺലി പേഴ്സൺ വിതൗട്ട് സ്ട്രെസ് ഈസ് എ ഡെഡ് പേഴ്സൺ. And do you like unpredictability? ഈ അനിശ്ചിതത്വം ഇഷ്ടമാണോ? നമ്മൾ ഇന്ന് അനിശ്ചിതത്വത്തിലാണ്. ഇപ്പം തുടങ്ങിയപ്പോൾ ശ്രീജ മാം പറഞ്ഞു പ്രവേശനോത്സവം, സ്കൂൾ തലം, ക്ലാസ് തലം, അഡ്മിഷൻ, പിന്നെ കോവിഡ് ഡ്യൂട്ടി, ഓൺലൈൻ ക്ലാസ്, ഇതല്ലേ എവിടെ ചെന്ന് അവസാനിക്കും? ഇതിനൊക്കെ എന്നാ ഒരു അവസാനം? And do you like this unpredictability? Do you like if the movie you watch goes the way you think? ഒരു സിനിമ കാണാൻ പോയിരിക്കുമ്പോൾ ആ സിനിമ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലാണ് ആ സിനിമ പോയി അവസാനിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ സിനിമ ഇഷ്ടപ്പെടുമോ? അതോ അവിടെ ഒരു അൺസർട്ടിനിറ്റി അല്ലെങ്കിൽ അൺപ്രഡിക്റ്റബിലിറ്റി ആ സിനിമയിൽ ഉണ്ടെങ്കിൽ, ഒരു സസ്പെൻസ് ഉണ്ടെങ്കിൽ അതാണോ ഇഷ്ടപ്പെടുക? സസ്പെൻസ് ഉണ്ടെങ്കിൽ ഒരു സുഖം അല്ലെ? അതുകൊണ്ടാണല്ലോ ഈ ദൃശ്യം 1, 2, 3 ഒക്കെ ഇങ്ങനെ വരുന്നത്. കാരണം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ അൺപ്രഡിക്റ്റബിലിറ്റി നമുക്ക് കാണാൻ ഒരു സുഖ, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്കൊരു പ്രശ്നം, നമുക്ക് സ്ട്രെസ്സാണ്. മറ്റത് നമ്മൾ എൻജോയ് ചെയ്യും. സോ അൺപ്രഡിക്റ്റബിലിറ്റി മറ്റുള്ളവരിലാണെങ്കിൽ നമുക്കൊരു ആനന്ദമാണ്. അതിങ്ങനെ മോണിറ്റർ ചെയ്ത് ഒരു ഗെയിം വാച്ച് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് മാച്ച് വാച്ച് ചെയ്യുന്നത് പോലെ, ഫുട്ബോൾ മാച്ച് വാച്ച് ചെയ്യുന്നത് പോലെ നമ്മൾ ഇങ്ങനെ എൻജോയ് ചെയ്യും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴോ ദാറ്റ് ഗിവ്സ് സ്ട്രെസ്.
അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്കൊരു ഗെയിം കളിക്കുന്നത് പോലെ ഇറങ്ങി ഫോർവേഡ് കളിച്ച് ആ അൺപ്രഡിക്റ്റബിലിറ്റിയെ അതിജീവിക്കാൻ നമുക്ക് പറ്റില്ല. ആ സമയത്ത് നമ്മൾ സ്ട്രെസ്സിലേക്ക് പോവും. സ്ട്രെസ്സിലേക്ക് പോകുമ്പോൾ എന്ത് പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെയാവും. നമ്മൾ ബലഹീനരായി മാറും. അതല്ലേ നടക്കുന്നത്? ബട്ട് വി ലൈക്ക് അൺപ്രഡിക്റ്റബിലിറ്റി. പക്ഷെ നമുക്ക് അൺപ്രഡിക്റ്റബിലിറ്റി ഇഷ്ടം, നമ്മുടെ കാര്യത്തിൽ വേണ്ട. അതല്ലേ നമ്മുടെ നിലപാട്? എന്നാൽ അൺപ്രഡിക്റ്റബിലിറ്റി എന്ന് പറയുന്നത്, ചലഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അത് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ, അതിനെ ഓവർകം ചെയ്ത് കഴിയുമ്പോൾ, അത് നമ്മൾ നേടിക്കഴിയുമ്പോൾ അത് തരുന്നൊരു പ്ലഷർ ഉണ്ട്. അപ്പം ആ പ്ലഷർ സുന്ദരമാണ്. അത് അനുഭവിക്കണമെങ്കിൽ ഈ അൺപ്രഡിക്റ്റബിലിറ്റിയെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റണം. നമുക്കിപ്പോഴെന്താ അൺപ്രഡിക്റ്റബിലിറ്റി ഉള്ളത്? നമ്മൾ ഫേസ് ചെയ്യുന്ന അൺപ്രഡിക്റ്റബിലിറ്റി എന്താ? ആദ്യത്തെ ചിന്ത, വെൻ ദിസ് കൊറോണ ഇൻഫെക്ഷൻ എൻഡ്സ്, ഇതെന്ന് അവസാനിക്കും ഈ കൊറോണ? വെൻ വി ക്യാൻ കംപ്ലീറ്റ് വാക്സിനേഷൻ, എല്ലാരെയും വാക്സിനേറ്റ് ചെയ്യുന്ന ഒരു കാലം ഇതെന്നാണ്? വെൻ വി ക്യാൻ ഹാവ് മാസ്ക് ഫ്രീ ലൈഫ്, ഈ മുഖംമൂടി ഇല്ലാത്ത ജീവിതം എന്ന് സാധ്യമാവും? വെൻ ഈസ് ദിസ് തേർഡ് വേവ് എക്സ്പെക്ടഡ് ടു കം? ഇനി ഒരു വേവ് കൂടി ഉണ്ടെന്ന് പറയുന്നു. അതിനി എന്നാണോ വരുന്നത്? അത് വന്നാലുള്ള അവസ്ഥ എന്തായിരുന്നു? ആദ്യം വന്നപ്പോ പ്രായമുള്ളവരെയായിരുന്നു, ഇപ്പൊ വന്നപ്പോ ചെറുപ്പക്കാരെയായി, ഇനി വരാൻ പോകുന്നത് കുട്ടികളെയാണെന്ന് പറയും. ഈശ്വര, എന്റെ എത്ര കുട്ടികൾ! വെൻ വി ക്യാൻ ഡെവലപ്പ് മെഡിസിൻ ഫോർ കൊറോണ, ഇതിനൊരു മരുന്ന് എന്നാ കണ്ടുപിടിക്കാൻ പറ്റുക? ജലദോഷവും വൈറസാണ്, ഇതുവരെ ജലദോഷത്തിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ ഇതിന് കണ്ടുപിടിക്കാൻ പറ്റുമോ? വെൻ മൈ ബിസിനസ് വിൽ ബി നോർമൽ ഓർ വെൻ മൈ സ്കൂൾ വിൽ ബി നോർമൽ? എന്താണ് അങ്ങനെ ഒരു അവസരം ഉണ്ടാവുക? പഴയതുപോലെ കുട്ടികളെ കണ്ടുപഠിപ്പിക്കാൻ ഒരവസരം, അവരുമായി നേരിട്ട് ഇടപെട്ടുള്ള ഒരു അവസരം, അതെന്നാ എനിക്ക് ലഭിക്കുക? വിൽ വി ഹാവ് ടു ഫേസ് ഫ്ലഡ് ദിസ് ഇയർ? ഇനി ഈ വർഷം ഫ്ലഡിനെയും നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമോ? ഇനിയും ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവും? ഇങ്ങനെ കുറെ ജനറലായിട്ട് കുറെ കാര്യങ്ങൾ അതിങ്ങനെ നമ്മളെ വല്ലാണ്ട് ആങ്ഷ്യസ് ആക്കുന്നുണ്ട്. ഈ ആൻസൈറ്റിയുടെ പുറത്താണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ചോദ്യം, ഇന്ന് വാർഡ് ജാഗ്രതാ സമിതി, ഈശ്വര, ആശാ വർക്കറെ വിളിക്കണം, വാർഡ് മെമ്പറെ വിളിക്കണം, വൈകിട്ട് ഗൂഗിൾ ഫോർമാറ്റ് ഉണ്ടാക്കണം, അത് 7 മണിക്ക് മുമ്പ് ലോഡ് ചെയ്യണം, പിന്നെ ഓൺലൈൻ ക്ലാസ്, പ്രവേശനോത്സവം. അതടുത്ത ഇതെന്നാണ് ഇതൊന്ന് അവസാനിക്കുക? അപ്പൊ വേറെ ചിലര് ചിന്തിക്കുന്നു, ഇന്ന് എനിക്ക് CFLTC ഡ്യൂട്ടിയാണ്, 1 ഡേ ഡ്യൂട്ടി. അവിടെ വരുന്നവര്, അവിടുന്ന് പോകുന്നവര്, അവര് വീട്ടിലെത്തിയോ, അവരുടെ ഡീറ്റെയിൽസ്, എന്തെല്ലാം കാര്യങ്ങൾ, അതിന് എത്ര ഫോൺ വിളിക്കണം, വിളിച്ചാൽ എടുക്കുവോ, എടുത്താൽ ഇവര് ചോദിക്കുന്നത് എന്ത്, ഇതിനെല്ലാത്തിനും എനിക്ക് മറുപടി അറിയാൻ പറ്റുമോ, ഇവരെ ഒന്ന് സാന്ത്വനിപ്പിക്കണം, അതിന്റെ കൂടെ എനിക്ക് പ്രവേശനോത്സവം, അഡ്മിഷൻ, TC, എന്തെല്ലാം കാര്യങ്ങൾ. ഇതെന്തൊരു ജീവിതം ഇത്! അപ്പൊ വേറെ കുറെ പേർക്ക് കളക്ടറേറ്റ് ഡ്യൂട്ടിയാണ്. അവിടെ പീഡിയാട്രിക്സ്, പ്രായമുള്ളവരുടെ ഡീറ്റെയിൽസ്, പീഡിയാട്രിക്സ്, കുട്ടികളുടെ ഡീറ്റെയിൽസ്, ഡേറ്റ കൺസോളിഡേഷൻ, പിന്നെ കോവിഡ് പേഷ്യന്റ് ഡേറ്റ, ഇതൊക്കെ സമയത്ത് ഇതെല്ലാം കളക്ട് ചെയ്ത് ഈ വിവരങ്ങൾ മുഴുവൻ ശേഖരിക്കണം. അതിൻ്റെയോടൊപ്പം നമ്മുടെ പ്രവേശനോത്സവം, TC, അഡ്മിഷൻ. പിന്നെ വരുന്നു ഓൺലൈൻ ക്ലാസ്. ഹൗ മെനി അവേഴ്സ് എ ഡേ? എത്ര മണിക്കൂർ ഒരു ദിവസം? ചിലർ പറയുന്ന ഒരു ദിവസം 1 മണിക്കൂറോ 2 മണിക്കൂറോ പഠിപ്പിക്കേണ്ടി വരും. ആഴ്ചയിൽ 5 മണിക്കൂറോ 6 മണിക്കൂറോ എന്ന് ചിലരൊക്കെ പറയുന്നു. ഒരു പ്രൈവറ്റ് സ്കൂൾ ടീച്ചർ, എന്റെ വൈഫ് ഒരു പ്രൈവറ്റ് സ്കൂൾ ടീച്ചർ, ഞാൻ അവളോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്രയുണ്ട് ഓൺലൈൻ ക്ലാസ് ഒരു ആഴ്ച? 27 മണിക്കൂർ. അപ്പൊ ഓൺലൈൻ അല്ലാതെ നിങ്ങൾ ഓഫ്ലൈനിലായിരുന്നപ്പോഴോ 38 മണിക്കൂർ തൊട്ട് 40 മണിക്കൂർ വരെ. ഇപ്പൊ എനിക്കെത്രയാണാവോ? എന്റെ ഓൺലൈൻ ക്ലാസ് എത്ര മണിക്കൂറാണ്? എന്നാണ് ഇതിനൊക്കെ ഒരു അന്ത്യം? ആൻഡ് ഓൾ ദീസ് ആർ ക്രിയേറ്റിംഗ് സ്ട്രെസ്. ഇതെല്ലാം എനിക്കുണ്ടാക്കുന്ന സ്ട്രെസ്സാണ്. ഞാനൊരു ക്രൈസിസിലാണ്. എങ്ങനെ ഈ ക്രൈസിസിനെ എനിക്ക് അതിജീവിക്കാം? ഇത് എന്നെ രാവിലെ ബെഡിൽ നിന്ന് ചാടി എഴുന്നേക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം, എന്നെ ബെഡിൽ നിന്ന് ഇങ്ങനെ പുഷ് ചെയ്യുക. രാത്രി കിടക്കുമ്പോഴോ ഇതെല്ലാം തീർത്തിട്ട്
സമാധാനമായിട്ടൊന്ന് കിടക്കാന്ന് വിചാരിച്ചാൽ അപ്പോഴും വരും കോൾസ്. സോ ടീച്ചർ പറഞ്ഞ പോലെ, ശ്രീജ ടീച്ചർ പറഞ്ഞ പോലെ, ക്രൈസിസ്, അധ്യാപകരുടെ ജീവിതം ഇറ്റ്സ് എ ക്രൈസിസ്. ആൻഡ് വാട്ട് ടു ഡു? എന്താ ചെയ്യുക? എന്താ മാർഗം? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മാർഗം ലാഫ്. ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ തൊഴിക്കാൻ തോന്നുന്നുണ്ടായിരിക്കും ആർക്കെങ്കിലും. ചിരിക്കാൻ. ചിരിക്കണം. ചിരിക്കുമ്പോൾ നമ്മൾ ഉള്ളുകൊണ്ട് ചിരിക്കുന്ന കൂടെയും ഈ മസിൽസ് ഇങ്ങനെ വലിഞ്ഞാൽ, 4 ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. നിങ്ങൾക്കറിയാം, എൻഡോർഫിനും, ഓക്സിറ്റോസിനും, സെറോട്ടിനും, ഡോപാമിനും. ആൻഡ് ദാറ്റ് ഗിവ്സ് us a good feeling. അത് നമുക്കൊരു ഫീൽ ഗുഡ് അവസ്ഥയിൽ നമ്മൾ എത്തിക്കും. ചുമ്മാ ഇങ്ങനെ വേണ്ട കണ്ണൊന്ന് തുറന്നിട്ടൊന്ന് ചിരിച്ചേ. ദാറ്റ് ഓൾസോ ഗിവ്സ് എ ഡിഫറെന്റ് സിറ്റുവേഷൻ. ഇപ്പൊ ഒന്ന് നോക്കിയത്, കണ്ണൊന്ന് മെഴിച്ച് എന്നിട്ടൊന്ന് അത്ഭുതത്തോടെ കണ്ണ് തുറന്ന് ഒന്ന് ഈ ചുണ്ടുകളൊന്ന് ചിരിക്കുന്ന പോലെ പുറത്ത് പിടിച്ചു നോക്കിയേ. ദാറ്റ് ഇറ്റ്സെൽഫ് സ്റ്റാർട്ട് പ്രൊഡ്യൂസിങ് ഹോർമോൺസ്. അങ്ങനെ ചിരിച്ചു നിൽക്കുമ്പോൾ നമുക്ക് ഈ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് എന്തെങ്കിലും മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ചിരിച്ചുണ്ട് ഒരു സിറ്റുവേഷനെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് ചിരിക്കാൻ സാധിച്ചാൽ, രാവിലെ എഴുന്നേറ്റ് നിന്ന് ചലഞ്ചസ് ഉണ്ട്, ചലഞ്ചസ് എന്റെ നേരെ വരുന്നത്, ഈ ചലഞ്ചസിനെ എനിക്ക് ഫേസ് ചെയ്യാനുള്ള കഴിവ് എനിക്കുള്ളത് കൊണ്ടാണ് ഈ ചലഞ്ചസ് എന്റെ നേരെ വരുന്നത്. ഞാൻ ഈ ക്രൈസിസിൽ നിൽക്കുന്നത് ഇതിനെ ഫേസ് ചെയ്യാനുള്ള കഴിവ് എനിക്കുള്ളത് കൊണ്ടാണ്, ആ കേപ്പബിലിറ്റി, ആ കപ്പാസിറ്റി എനിക്കുള്ളത് കൊണ്ടാണ് ഈ ചലഞ്ചസ് എന്റെ നേരെ വരുന്നത്. അതല്ലെങ്കിൽ ഈ ഒരു ചലഞ്ചും എന്റെ നേരെ വരില്ല. So be proud of yourself being a teacher. And a kid laughs 400 times a day. An adult laughs less than 20 times a day. ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു കിഡ്, ഒരു ശിശു, അവൻ 400 പ്രാവശ്യം ഒരു ദിവസം ചിരിക്കുന്നുണ്ട്. ഞാനും നിങ്ങളും 20 പ്രാവശ്യം പോലും ചിരിക്കുന്നില്ല. അപ്പം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹാപ്പി ഹോർമോൺസും നമ്മളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹാപ്പി ഹോർമോൺസും ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്യാവശ്യം ഈ ഹാപ്പി ഹോർമോൺസിന്റെ ആവശ്യം നമുക്കാ. ഈ ക്രൈസിസിൽ ഇതിനെ അതിജീവിക്കണമെങ്കിൽ ഈ ഹാപ്പി ഹോർമോൺസ് വേണം. ആ ഹാപ്പി ഹോർമോൺസിന്റെ ആവശ്യം നമുക്കാണ്. പക്ഷെ നമ്മൾ അതിനുള്ള ടെക്നോളജി ഉപയോഗിക്കത്തില്ല. വലിയ അധ്വാനമുള്ള ഒരു കാര്യമല്ല. കണ്ണാടിയുടെ മുമ്പിൽ പോയി നോക്കി നിന്ന് ഈ മസിൽസ് ഒന്ന് പറഞ്ഞോട്ടാക്കിയാൽ മതി. ഐസ് ഒന്ന് വൈഡ് ഓപ്പൺ ആക്കി മസിൽസ് ഒന്ന് പറഞ്ഞോട്ട് വലിച്ചോ. ഇതിനുള്ള എനർജി നമുക്ക് കിട്ടും. ഇതിനെ നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും. ആൻഡ് സ്റ്റാർട്ട് ലവിങ് വാട്ട് യു ഡു. നമ്മൾ ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെടുന്നത് ചെയ്യാനല്ല ആഗ്രഹിക്കുന്നത്, ചെയ്യുന്നതിനെ നമ്മൾ ഇഷ്ടപ്പെടണം. അപ്പോഴും ഈ ഹോർമോൺസ് ആണ് വരിക. വിൽ സ്റ്റാർട്ട് ഫീലിംഗ് ഹാപ്പിനെസ്. അപ്പൊ എന്തിനാണ് ഈ ഹാപ്പിനെസ് എന്നൊരു ചോദ്യം വരാം. ഹാപ്പിനെസ് എന്തിന്? നമ്മൾ പലപ്പോഴും നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പാസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ ഫ്യൂച്ചറിലായിരിക്കും. അതാണ് നമ്മൾ ഈ ആൻസൈറ്റി ഉണ്ടാക്കുന്നത്, ക്രൈസിസ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ചിരിക്കുമ്പോഴാണ് അതൊരു ക്രൈസിസ് ആയിട്ട് മാറുന്നത്. നമ്മൾ പ്രസന്റിലാവുക എന്ന് പറയുന്നത് എളുപ്പമാണ്. പക്ഷെ ആവാൻ എന്താ മാർഗം എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ആ ചോദ്യം എന്ന് പറയുന്നത്, ഞാനൊരു പാലക്കാട് വിക്ടോറിയ കോളേജിലെ ഒരു ക്ലാസ്സിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവിടുന്ന് ശിവകുമാർ എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റ് എന്നെ വിളിച്ചു. ആ സ്റ്റുഡന്റ് എന്നോട് പറഞ്ഞത്, സാർ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, താങ്ക് യു എന്ന ഈ 2 വാക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഞാൻ ഇരുന്ന ബെഞ്ചിന് താങ്ക്സ് പറഞ്ഞു, ഡെസ്കിന് താങ്ക്സ് പറഞ്ഞു, എഴുതിയ പേനയ്ക്ക് താങ്ക്സ് പറഞ്ഞു, ബുക്കിന് താങ്ക്സ് പറഞ്ഞു, ഇറങ്ങിയപ്പോൾ കോളേജിന്റെ ചവിട്ടുപടികൾക്ക് താങ്ക്സ് പറഞ്ഞു, പുറത്തിറങ്ങിയ ഗേറ്റിന്റെ അടുത്ത് നിന്ന് കോളേജിന് താങ്ക്സ് പറഞ്ഞു, ബസ് ഇറങ്ങി, ബസ് വന്നപ്പോൾ ബസ്സിൽ കയറിയ ഫുഡ് സ്റ്റെപ്പിന് താങ്ക്സ്, കയറാൻ സീറ്റ് കിട്ടിയില്ല, എത്തിപ്പിടിച്ച കമ്പിക്ക് താങ്ക്സ്, സീറ്റ് കിട്ടിയപ്പോൾ സീറ്റിന് താങ്ക്സ്, ഇറങ്ങിയപ്പോൾ ബസ്സിന് താങ്ക്സ്, റോഡിന് താങ്ക്സ്, വീട് വന്നപ്പോൾ വീടിന് താങ്ക്സ്, അകത്ത് കയറി ബാത്റൂമിന് താങ്ക്സ്, അതിലെ മഗ്ഗിന് താങ്ക്സ്, ബക്കറ്റിന് താങ്ക്സ്, പൈപ്പിന് താങ്ക്സ് സാർ, അതിൽ നിന്ന് പൈപ്പിന്റെ വെള്ളം വന്നപ്പോൾ വെള്ളത്തിന് താങ്ക്സ് സാർ. ഈ താങ്ക്സ് പറഞ്ഞ് തീർക്കാൻ ഈ ജീവിതം പോരാ സർ. നമുക്ക് എത്ര എൻഡോമെന്റ്സ് ആണ് താങ്ക്സ് പറയാനുള്ളത്? അങ്ങനെ താങ്ക്സ് പറയുമ്പോൾ എന്താണ് നിന്റെ ഫീലിങ്സ് എന്ന് ചോദിക്കുമ്പോൾ, എന്റെ ഫീലിങ്സ് എന്ന് പറയുന്നത് ആ സമയത്ത് ഹാപ്പിനെസ് ആയിരുന്നു. ഞാൻ താങ്ക്സ് പറയുമ്പോൾ ഐ ഫീലിംഗ് ഹാപ്പിനെസ് ഓർ ഹാപ്പി
അപ്പൊ ഹാപ്പി ആവാനുള്ള മാർഗം എന്ന് പറയുന്നത് താങ്ക്സ് ഗിവിംഗ് ആണ്. ഈ നിമിഷം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ലോകത്തു നിന്ന് എത്ര പേര് മാറ്റപ്പെട്ടു? വൈകിട്ട് മുഖ്യമന്ത്രി പറയുന്ന ഈ 100-നും 200-നും ഇടയ്ക്കുള്ള ലിസ്റ്റിൽ ഞാനുമില്ല, നിങ്ങളുമില്ല. ആ ഒരു നിമിഷം നമ്മുടെ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയതിന് താങ്ക്സ് പറയണ്ടേ? അടുത്ത നിമിഷം എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നതിന് താങ്ക്സ് പറയണ്ടേ? അങ്ങനെ അതിന് മാത്രം താങ്ക്സ് പറഞ്ഞു പോയാൽ വേറെയുള്ള അനുഗ്രഹങ്ങൾക്ക് താങ്ക്സ് പറയാൻ എവിടെയാണ് സമയം? അതുകൊണ്ടാണ് നന്ദി ചൊല്ലി തീർക്കാൻ ഈ ജീവിതം പോരാ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഉള്ളിൽ ഈ താങ്ക്സ് ഹോൾഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് തരുന്നത് ഹാപ്പിനെസ് ആണെങ്കിൽ, ഹാപ്പിനെസ് ഒരു ഇമോഷൻ ആണ്. ആ ഇമോഷന്റെ പ്രത്യേകത, ഓൾ ഇമോഷൻസ് ആർ എനർജീസ് ആൻഡ് എനർജി അട്രാക്ട്സ് ലൈക്ക് എനർജി. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഹാപ്പിനെസ് ആണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ആ ഹാപ്പിനെസ് അകത്ത് നിന്ന് ഇൻവൈറ്റ് ചെയ്യുന്നത് ലൈക്ക് എനർജി ഹാപ്പിനെസിന്റെ അനുഭവങ്ങളെ ആയിരിക്കും. അങ്ങനെ ഹാപ്പിനെസിന്റെ അനുഭവങ്ങൾ, അതുകൊണ്ടാണ് സംഭവിക്കുന്നതെല്ലാം നല്ലതിനു വേണ്ടി എന്ന് പറയുന്നത്. എന്തു സംഭവിച്ചാലും ബി ഹാപ്പി ഓൺ ദാറ്റ്. അപ്പം എന്തെല്ലാം ക്രൈസിസ് വരട്ടെ, ബി ഹാപ്പി. കാരണം എന്റെ കപ്പാസിറ്റി അതിനെ എൻഹാൻസ് ചെയ്യുകയാണ് ഈ ക്രൈസിസ്, ഈ ചാലഞ്ചസ്. സോ ഹാപ്പിനെസ് അട്രാക്ട്സ് ലൈക്ക് എനർജി. അപ്പൊ കൂടുതൽ കൂടുതൽ സന്തോഷം വരും. അതുകൊണ്ടാണ് പറയുന്നത് ഉള്ളവന് വീണ്ടും വീണ്ടും കൊടുക്കുകയും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് കൂടി എടുക്കുകയും ചെയ്യുമെന്ന് പറയുന്നത്. ഉള്ളവന് വീണ്ടും വീണ്ടും തരും. നീ ഹാപ്പിനെസ് ആണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ നിന്റെ ജീവിതത്തിലേക്ക് ഹാപ്പിനെസിന്റെ കുത്തൊഴുക്കുണ്ടാവും. അതല്ല നീ സാഡ്നെസ് ആണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ഹാപ്പിനെസിന്റെ ലാഞ്ചനയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ തിരിച്ചെടുക്കും എന്നാണ് പ്രപഞ്ച സൃഷ്ടാവ് പറയുന്നത്. സോ ഡിസൈഡ് എന്ത് ഹോൾഡ് ചെയ്യണം ഞാൻ. ഇനി ഹാപ്പിനെസ് ആണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ക്രൈസിസ് മുഴുവൻ, ഈ റെസ്പോൺസിബിലിറ്റീസ് മുഴുവൻ നിങ്ങൾക്ക് തരുന്നത് അനുഭൂതികളായിരിക്കും. കാരണം അകത്തിരുന്ന് ഈ ഹാപ്പിനെസ് ഇൻവൈറ്റ് ചെയ്യുന്നത്, ആകർഷിക്കുന്നത് മുഴുവൻ ഹാപ്പിനെസിനെ ആയിരിക്കും. അതല്ല നിങ്ങൾക്ക് ബോറിംഗ് ആണെങ്കിൽ, നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത് സാഡ്നെസ് ആണെങ്കിൽ, ഈ സാഡ്നെസ് അകത്തിരുന്ന് ഇൻവൈറ്റ് ചെയ്യുന്നത് മുഴുവൻ സാഡ്നെസിനെയും ആയിരിക്കും. സോ ആ ഓരോ നിമിഷത്തിനും താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞിരുന്നാൽ ജീവിതത്തിൽ സുന്ദര അനുഭവങ്ങളാണ് ഉണ്ടാവുക. ഈ ക്രൈസിസ് ഒക്കെ മാറിപ്പോവും. കാരണം നിന്നെ സന്തോഷത്തിൽ നിലനിർത്തേണ്ടത് പ്രപഞ്ചത്തിന്റെ ഉത്തരവാദിത്തമായി മാറും. പിന്നെ ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ട. താങ്ക് യു ഇത് മാത്രം പറഞ്ഞിരിക്കുക. ജീവിതം ആനന്ദ നിർഭരം അല്ലെങ്കിൽ ആനന്ദപൂരിതമാകുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ കിഡ് ലാസ്റ്റ് 400 times. അതുകൊണ്ട് തന്നെ അവന്റെ ജീവിതം ആനന്ദകരമാണ്. അവന് പാസ്റ്റ് ഇല്ല, അവന് ഫ്യൂച്ചർ ഇല്ല. ഹി ഈസ് ഇൻ പ്രസന്റ്. ആൻഡ് പേഴ്സണൽ ലൈഫ് ഈസ് ലൈക്ക് എ ട്രീ. നമ്മുടെ വ്യക്തി ജീവിതം എന്ന് പറയുന്നത് ഒരു മരം പോലെയാണ്. ആൻഡ് റൂട്ട്സ് ഗിവ്സ് ഐഡന്റിറ്റി, നോട്ട് ഫ്ലവേഴ്സ്. അതിന്റെ പൂത്തു നിൽക്കുന്ന പൂക്കളല്ല ഒരു വൃക്ഷത്തിന് ഐഡന്റിറ്റി കൊടുക്കുന്നത്, അതിന്റെ റൂട്ടാണ്. ടു റൂട്ട് ഡീപ് വി നീഡ് സ്റ്റോം ആൻഡ് ഹെവി റെയിൻ. നമ്മൾ ബലപ്പെടണമെങ്കിൽ ക്രൈസിസ് ഉണ്ടാവണം. ആ ക്രൈസിസിനെ അതിജീവിക്കുമ്പോഴാണ് നമുക്ക് ഐഡന്റിറ്റി ഉണ്ടാവുന്നത്. നമ്മൾ ഇനി ഒരു കാലത്തൊരു തലമുറയോട് പറയും, ഈ കോവിഡ് എന്ന മഹാമാരി നീന്തിക്കയറിയ നമ്മുടെ പ്രതിബദ്ധതയെക്കുറിച്ച്, നമ്മുടെ പ്രതിജ്ഞാബദ്ധതയെക്കുറിച്ച്, നമ്മുടെ ആ ഫിയർ ഇല്ലാത്ത മനോഭാവത്തെക്കുറിച്ച്, അതിനെ എങ്ങനെ ഞാൻ അതിജീവിച്ചു. കോവിഡ് പേഷ്യന്റ് നിറഞ്ഞു കിടക്കുന്ന ആ CFLTCയുടെ മുന്നിൽ ഞാനും നിന്നു ഡ്യൂട്ടിക്ക്. ഇന്ന് നമുക്ക് ചെയ്യാൻ സ്വാതന്ത്ര്യ സമരങ്ങളൊന്നുമില്ല. ഇന്ന് നമ്മളോട് ആരും ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞു തരുന്നില്ല. ഇന്ന് നമ്മളോട് ആരും എല്ലാം ഉപേക്ഷിച്ച് സ്കൂള് കോളേജും ജോലിയും ഉപേക്ഷിച്ച് വെളി വന്ന് സമരം ചെയ്യാൻ പറയുന്നില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും ചെയ്യാനൊരു ഉത്തരവാദിത്തമുണ്ട്. അതാണ് ഈ സ്റ്റോം, ഈ ഹെവി റെയിൻ അല്ലെങ്കിൽ ഈ പ്രതികൂല കാലാവസ്ഥ നമ്മൾ പറയുന്ന ഈ ക്രൈസിസിൽ കൊണ്ടേ നമ്മളെ നിർത്തിയിരിക്കുന്നത്. നമ്മളൊരു സ്വാതന്ത്ര്യ സമരത്തിലാണ്. And crisis leads to anxiety. And to some people, crisis leads to curiosity. അപ്പൊ ക്രൈസിസ് രണ്ട് തരത്തിലാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ചിലർക്ക് ക്രൈസിസ് ഒരു ആൻസൈറ്റിയാണ്, ചിലർക്ക് ക്രൈസിസ് ഒരു ക്യൂരിയോസിറ്റിയാണ്. അപ്പം ആൻസൈറ്റി ഉള്ളവർ ഫിയറിലേക്ക് വരും, അവരതിനെ പഴിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ക്യൂരിയോസിറ്റി ഉള്ളവർ അതിനെ എത്ര മനോഹരമാക്കാൻ പറ്റും, ഈ സാധ്യതയിൽ എനിക്കെത്ര വളരാൻ പറ്റും, പുത്തൻ കാര്യങ്ങൾ എനിക്കെത്ര പഠിക്കാൻ പറ്റും എന്ന് ക്യൂരിയോസിറ്റി ഉള്ളയാൾ അന്വേഷിക്കും.
And anxiety leads to fear, and curiosity leads to creativity and productivity. അപ്പം ആൻസൈറ്റി നമ്മളെ ഭയമുള്ളവരാക്കും, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തവരാക്കും, നമ്മളെ സൈക്കോളജിക്കലി നമ്മളെ ഡിപ്രസ്ഡ് ആക്കും. പക്ഷെ ക്യൂരിയോസിറ്റിയോ നമ്മളെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി, പ്രത്യുൽപാദന ശേഷി അത് കൂട്ടുകയാണ്. അപ്പൊ പുത്തൻ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ, ഡിവൈസ് ചെയ്യാൻ, അതിനുള്ള ക്രിയേറ്റിവിറ്റിയും നമ്മുടെ ഉൽപാദനക്ഷമതയും അത് വർദ്ധിപ്പിക്കുകയാണ്. ദാറ്റ് ഈസ് ക്യൂരിയോസിറ്റി. അപ്പൊ പുത്തൻ കാര്യങ്ങൾ, അത് ക്യൂരിയോസിറ്റി. അപ്പൊ there are some people ഈ പാൻഡമിക് സിറ്റുവേഷനെ ക്രിയേറ്റിവിറ്റിയും പ്രൊഡക്ടിവിറ്റിയും, ക്യൂരിയോസിറ്റിയിലൂടെ ക്രിയേറ്റിവിറ്റിയും പ്രൊഡക്ടിവിറ്റിയും കാണിച്ചു ഒത്തിരി പേര് നമ്മുടെ ചുറ്റുമുണ്ട്, വലിയവർ തൊട്ട് ചെറിയവർ വരെ. ആൻസൈറ്റി is a generalized response to unknown threat or internal conflict, whereas fear is focused on non-external danger. അപ്പം ആൻസൈറ്റി എന്ന് പറയുന്നത് നമുക്കതിനെക്കുറിച്ച് ധാരണയില്ലാത്തത് കൊണ്ടാണ്, നമുക്ക് അറിയാത്തത് കൊണ്ടാണ് അതൊരു ഭീഷണിയായി, ക്രൈസിസായി മാറുന്നത്. അതെന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ ആൻസൈറ്റി വിൽ കം ഡൗൺ. ഫിയർ എന്ന് പറയുന്നത് അറിയുന്നതിനെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോഴാണ് നമുക്ക് ഫിയർ ഉണ്ടാവുന്നത്. ഏതാണ്, എവിടെയാണ് ഞാൻ, എന്നിൽ എന്താണ് ഈ ക്രൈസിസ് സൃഷ്ടിക്കുന്നത്? ഇസ് ഇറ്റ് ക്രിയേറ്റിംഗ് ആൻസൈറ്റി ഓർ ഇസ് ഇറ്റ് ക്രിയേറ്റിംഗ് ക്യൂരിയോസിറ്റി? ശ്രീജമൻ പറഞ്ഞു, വി ആർ ഇൻ എ ക്രൈസിസ്, നമ്മളിവിടെ ഒരു ക്രൈസിസിലാണെന്ന് പറഞ്ഞു. ഈ ക്രൈസിസ് എന്നിൽ ഉണ്ടാക്കുന്നത് എന്താണ്? ഇസ് ഇറ്റ് ആൻസൈറ്റി ഓർ ക്യൂരിയോസിറ്റി? എന്താണ് എന്നിൽ ഉണ്ടാക്കുന്നത്? ഇയാളെ അറിയുമോ? ആൻഡ് ഹീസ് ഫൗണ്ടർ ഓഫ് സൂം. സൂം എന്ന് പറയുന്ന ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു വരുന്ന ആ മാധ്യമത്തിന്റെ ഫൗണ്ടറാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹം ഈ സൂം എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ച് ഇയാൾ ചിന്തിക്കാൻ കാരണം ഇദ്ദേഹത്തിന്റെ ലവർ അല്ലെങ്കിൽ വുഡ് ബി 10 മണിക്കൂർ യാത്ര ചെയ്യണം അവരെ കാണാൻ പോകണമെങ്കിൽ. പലപ്പോഴും ഇയാൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നിന്നുറങ്ങും. അപ്പൊ കൂടെയുള്ളവരാണ് ഇയാളെ പൊക്കുന്നത്. അപ്പോഴൊക്കെ തൊട്ട് ആലോചിക്കുകയാണ് ഇയാൾ, അങ്ങനെ യാത്ര ചെയ്യാതെ തന്റെ വുഡ് ബിയെ കാണാൻ എന്താണ് മാർഗം? ആ ഒരു അന്വേഷണം, അതാണ് സൂമിന് വഴിയൊരുക്കിയത്. ആൻഡ് സൂം ഈ പാൻഡമിക് സിറ്റുവേഷനിലാണ് ഈ സൂം എന്ന് പറയുന്ന ഈ സംഭവം ഇത്രയും ഭംഗിയായിട്ട് നമ്മളിപ്പോ മീറ്റ് ചെയ്യുന്ന ഈ ഗൂഗിൾ മീറ്റ് പോലെ തന്നെ ഗംഭീരമായത്. ഇതാണ് അദ്ദേഹത്തിന്റെ യുവാന്റെ വുഡ് ബി. ഇന്നവര് കല്യാണമൊക്കെ കഴിച്ചു. ആൻഡ് സൈറസ് എസ് പുനവേല നിങ്ങൾ കേട്ടിട്ടുണ്ട്, CEO ഓഫ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മുടെ കോവിഷീൽഡ് വാക്സിന്റെ ആൾ. ഈ സിറ്റുവേഷനെ അയാൾ മാറ്റി. ആൻഡ് ഈസ് ഹാവിങ് ക്യൂരിയോസിറ്റി, നോട്ട് ആൻസൈറ്റി. അയാൾക്കുണ്ടായത് ക്യൂരിയോസിറ്റിയാണ്, ആൻസൈറ്റിയാണ്. ഇവരൊക്കെ വലിയ ആൾക്കാരാണെങ്കിൽ ഈ ടീച്ചറെ നമുക്കറിയാലോ, ആ പാൻഡമിക് സിറ്റുവേഷനിൽ തനിക്ക് വന്ന ഈ ക്രൈസിസിനെ ക്യൂരിയോസിറ്റി, ക്രിയേറ്റിവിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി കൊണ്ട് മാറ്റിമറിച്ച ടീച്ചർ നിങ്ങൾക്കറിയുമല്ലോ. ഇദ്ദേഹം ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലെ, എന്റെ കമ്പനിയിലെ സെയിൽസ് ഹെഡാണ്. അദ്ദേഹം പാൻഡമിക് സിറ്റുവേഷനിൽ ഞങ്ങളുടെ കമ്പനി ഞങ്ങളുടെ എല്ലാവരുടെയും സാലറി 60% ആക്കി. അപ്പം പിന്നീട് പ്രഖ്യാപിച്ചു, നിങ്ങളുടെ ടാർജറ്റ് എത്രയാണോ, ടാർജറ്റിന്റെ എത്ര % ചെയ്യുന്നോ അത്രയും % സാലറിയുടെ % തരും. അതാണ് കമ്പനിയുടെ പോളിസി. ഞാൻ ചോദിച്ചത് ഇയാളെ അറിയുമോ എന്നാണ് ചോദിച്ചത്. ഇയാളാണ് എറിക് യുവാൻ, സൂമിന്റെ ഫൗണ്ടർ. ദെൻ സൈറസ് എസ് പുനവാല. ഈ ടീച്ചറെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ടീച്ചറുടെ കാര്യവും ഞാൻ പറഞ്ഞു, റൈറ്റ്? ദെൻ ഇദ്ദേഹമാണ്, ഞാൻ പറഞ്ഞല്ലോ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം നമ്മുടെ കമ്പനിയിലെ സെയിൽസ് ഹെഡ് ആണ്. ഈ ഞങ്ങളുടെ പ്രത്യേകത പറഞ്ഞു, ഞങ്ങൾക്കെല്ലാം 60% സാലറിയാണ്. അപ്പം വർക്ക് ചെയ്യാനും പാടാണ്, ഡോക്ടേഴ്സ് അവൈലബിൾ അല്ല, ഹോസ്പിറ്റൽസിൽ നമുക്ക് എൻട്രി. അപ്പൊ സെയിൽസ് ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. അവസാനം കമ്പനി പറഞ്ഞു, ടാർജറ്റിന്റെ എത്ര % ചെയ്യുന്നോ അത്രയും % സാലറിയിൽ തരും. അപ്പൊ അങ്ങനെയാണ് ഇപ്പോഴത്തെ പോകുന്നത്. അപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ആ യൂട്യൂബ് ചാനലില് അതൊരു കുക്കറി ഷോ ആണ് പുള്ളി നടത്തുന്നത്. അതിന്റെ കൂടെ പുള്ളി ഒരു നല്ല ഒരു ഗാർഡനർ, നല്ല തോട്ടക്കാരനാണ്. അപ്പൊ പുള്ളി അതുകൊണ്ട് പുള്ളിയുടെ വീട്ടിലെ പ്ലാന്റ്സും അതെങ്ങനെ പരിചരിക്കുന്നത് ഇതെല്ലാം പുള്ളി വീഡിയോ കാണിച്ചു തുടങ്ങി. ഇന്ന് പുള്ളിക്ക് വേറൊരു വരുമാനം അതിൽ നിന്ന് യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടിത്തുടങ്ങി.
അപ്പം ഈ ഉണ്ടായത് എന്താണോ അല്ലെങ്കിൽ കുറവ് വന്ന എന്താണോ അതിനെ പുള്ളി മേക്കപ്പ് ചെയ്യാൻ പുള്ളിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പം ഇത് മേക്കപ്പ് ചെയ്യാൻ സാധിച്ചത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനി എപ്പോഴാണോ 60% ആണ് സാലറി എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു ആൻസൈറ്റി അല്ല ഉണ്ടായത്. ദാറ്റ് ക്രിയേറ്റഡ് ക്യൂരിയോസിറ്റി ഇൻ ദീസ് പീപ്പിൾ. ആൻഡ് ഹൗ ക്യാൻ ഐ ബ്രിഡ്ജ് ദി ഗ്യാപ്പ്? ഈ ഗ്യാപ്പിനെ എങ്ങനെ ബ്രിഡ്ജ് ചെയ്യാം എന്നാണ് ആലോചിച്ചത്. ആൻഡ് ദേ ഫൗണ്ട്. അതേപോലെ ക്രൈസിസ് എന്തുമായിക്കോട്ടെ, ഈ ക്രൈസിസിനെ എങ്ങനെ ഫേസ് ചെയ്യാം? ഓപ്ഷൻസ്. എന്തെല്ലാം ഓപ്ഷൻസ് ആണ് ഇതിനുള്ളത്? ആൻഡ് വിന്നേഴ്സ് ഓൾവേസ് ഗോ ഫോർ ഓപ്ഷൻസ്. അതാണ് വിന്നേഴ്സിന്റെ പ്രത്യേകത. വിന്നേഴ്സ് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് പരിശോധിക്കും. അതിലെ ബെസ്റ്റ് ഓപ്ഷൻ ഏതാണോ ആ ബെസ്റ്റ് ഓപ്ഷൻ പുള്ളി സ്വീകരിക്കും. ലൂസേഴ്സ് അവർ ഓപ്ഷൻസിന് പോവില്ല. വെൻ ക്രൈസിസ് കംസ് അവരെന്താ ചെയ്യുക? ദേ വിൽ ഫ്ലൈ. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്നൊരു സിറ്റുവേഷൻ വന്നാൽ അവര് ഫ്ലൈറ്റ് ആണ്, അവരവിടുന്ന് പറക്കും, അവര് രക്ഷപ്പെട്ട് കളയും. ദേ വോണ്ട് ഫൈറ്റ്. പക്ഷെ പീപ്പിൾ ഹു ആർ ക്യൂരിയസ്, ആ ക്യൂരിയോസിറ്റി ഉള്ളവർ, ദേ വിൽ ഫൈറ്റ് ആൻഡ് ദേ വിൽ കം ഔട്ട് ഇൻ ഫ്ലൈയിങ് കളേഴ്സ്. അവർ പുറത്തേക്ക് വിജയശ്രീ ലാളിതരായിട്ട് വരും. അതാണ് വിന്നേഴ്സിന്റെ പ്രത്യേകത. ദേ ഗോ ഫോർ ഓപ്ഷൻസ്. ആൻഡ് നൗ യു ആർ ഇൻ എ ക്രൈസിസ് സ്റ്റേറ്റ്. നമ്മളും ഇവിടെ ഒരു ക്രൈസിസ് സ്റ്റേറ്റിലാണ്. എ ലോട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റീസ്, ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ. ആൻഡ് വാട്ട് ഓപ്ഷൻ ഐ ഹാവ്? എന്താണ് എനിക്കുള്ള ഓപ്ഷൻസ്? എനിക്കിങ്ങനെ പഴിച്ചിരിക്കാം, അതല്ലെങ്കിൽ എത്ര മനോഹരമായിട്ട് ഇത് ചെയ്യാൻ പറ്റും, എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും, ആരുടെയൊക്കെ ഹെൽപ്പ് എനിക്ക് സ്വീകരിക്കാൻ പറ്റും, എനിക്ക് ആരെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇതൊരു പെർമനന്റ് സിറ്റുവേഷൻ അല്ല, ദിസ് ഇസ് എ ടെമ്പററി സിറ്റുവേഷൻ. അപ്പം ഈ ടെമ്പററി സിറ്റുവേഷനിൽ നമുക്ക് വേണ്ടത് ടെമ്പററി സൊല്യൂഷൻസ് ആണ്, പെർമനന്റ് സൊല്യൂഷൻസ് അല്ല. പലരും ആത്മഹത്യ ചെയ്യുന്നു കോവിഡ് കാലത്ത്. ഈ ടെമ്പററി സിറ്റുവേഷൻ അവർ കാണുന്ന പെർമനന്റ് സൊല്യൂഷൻ ആണ്. ഇവിടെ ഒരു പെർമനന്റ് സൊല്യൂഷൻ ആവശ്യമില്ല. ബിക്കോസ് ദിസ് ഇസ് എ ടെമ്പററി സിറ്റുവേഷൻ. ഇതിനെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? അപ്പം ഇവര് നമുക്ക് കാണിച്ചു തരുന്നു ഓപ്ഷൻസ്. ആൻഡ് ഫോക്കസ് ഓൺ വാട്ട് വി ഹാവ് instead of what we don't have. Focus on what is left instead of what is lost. ഈ നഷ്ടപ്പെട്ടു പോയ 35% സാലറിയെ കുറിച്ച് ആകുലപ്പെട്ടിരുന്നാൽ സജികുമാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു? He focused on what is left. എന്താണ് ഉള്ളത്? ഇനി ഇതിന്ന് അതിലെത്താൻ ആ ഗ്യാപ്പ് എങ്ങനെ ബ്രിഡ്ജ് ചെയ്യാം? എന്താണ് എന്റെ ചാലഞ്ചസ്? ഈ ചാലഞ്ചസിനെ എങ്ങനെ എനിക്ക് ഫേസ് ചെയ്യാം? So focus on what we have instead of what we don't have. എന്റെ പഴയ വിദ്യാഭ്യാസ കാലഘട്ടം അതെത്ര സുന്ദരമായിരുന്നു. ഞാൻ അത് കണ്ടാണ് ഈ അധ്യാപകനാകാൻ തീരുമാനിച്ചത്. അതായിരുന്നു എന്റെ ചാലക ശക്തി അല്ലെങ്കിൽ പ്രചോദനം എന്ന് പറയുന്നത്. ഈ ഓൺലൈൻ സംവിധാനമൊന്നും എനിക്ക് ആഗ്രഹമേ ഇല്ല. അതങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് പ്രൊഫഷൻ തന്നെ വേണ്ടായിരുന്നു. എന്നാലോചിക്കുന്നുണ്ടോ? ഈ ടെക്നോളജി, ഗൂഗിൾ മീറ്റ്, സൂം, ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യണ്ടേ? കുട്ടികളെ കാണാൻ പറ്റുന്നില്ല. അവർ ഓൺ ചെയ്ത് വെച്ചിട്ട് അവർ എവിടെയാണെന്ന് അറിയില്ല. പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അവർ പറയുന്നത് അവര് അൺമ്യൂട്ട് ആക്കാൻ പറ്റുന്നില്ലായിരുന്നു എന്നൊക്കെ അവരിങ്ങനെ എക്സ്ക്യൂസ് പറയുന്നത് സത്യമാണോ? ഓൺലൈനിൽ പരീക്ഷ നടത്തണം, അതിന്റെ റിലയബിലിറ്റി. ചാലഞ്ചസ് എ ലോട്ട്. ക്രൈസിസ്, എ ഡീപ് ക്രൈസിസ്. സോ വേർ ടു ഫോക്കസ്? And stress starts when we think about ourselves. നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് സ്ട്രെസ് തുടങ്ങുന്നത്. And stress finishes when we start thinking about others. നമ്മുടെ കാര്യം എന്താകുമെന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് സ്ട്രെസ്. അവരെ എങ്ങനെ സഹായിക്കാം എന്ന് ആലോചിക്കുമ്പോൾ that gives joy. അത് നമുക്ക് തരുന്നത് സന്തോഷമാണ്. നമ്മുടെ ചിന്ത എന്തിനെ കുറിച്ചാണ്? ആരെ കുറിച്ചാണ്? And capability and capability is another area. Capability, ഞാൻ പറഞ്ഞു ഈ ക്രൈസിസിൽ ഞാൻ ആയിരിക്കുന്നത് ബിക്കോസ് ഐ ഹാവ് ദി കേപ്പബിലിറ്റി ടു ഓവർകം ദിസ് ക്രൈസിസ്. ഈ ക്രൈസിസിനെ സുന്ദരമായി അതിജീവിക്കാൻ ഉള്ള കേപ്പബിലിറ്റി എനിക്കുണ്ട്.
ഇവിടെ ഒരു വിന്നർ ആരാണ് എന്ന ചോദ്യം വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വിന്നർ ഇസ് എ പേഴ്സൺ ഹു ഗോ ഫോർ ഓപ്ഷൻസ്. ഓപ്ഷൻസ് ഉപയോഗപ്പെടുത്തുന്നവരാണ് വിന്നർ എന്ന് പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ വിന്നർ എന്ന് പറയുന്നത് എന്താണോ തന്റെ ലക്ഷ്യം, ആ ലക്ഷ്യം നേടുകയും ആ ലക്ഷ്യം മറ്റുള്ളവന് കൂടി ഉപകാരപ്പെടുമ്പോഴാണ് അയാൾ വിന്നറാവുന്നത്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്ന അവരന് സുഖത്തിനായി ഭവിച്ചിടണം. ഇത് എന്റെ സുഖത്തിനാണ് ഞാൻ ഈ അധ്യാപകനായതെങ്കിൽ അത് അവരന്റെ സുഖത്തിനും കൂടി ഭവിച്ചിടണം. ഇപ്പൊ എനിക്ക് പുതിയൊരു ഉത്തരവാദിത്തം കൂടി കിട്ടിയിരിക്കുന്നു. So capability help us to handle things which are under our control. നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ, അതാണ് കേപ്പബിലിറ്റി. ആ കഴിവിനെയാണ് നമ്മൾ കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ നിയന്ത്രണത്തിൽ ഒതുങ്ങുന്നതിനെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാം. വളരെ ഈസിയാണ്. നോ സ്ട്രെസ്, നോ ക്രൈസിസ്, ആൻഡ് ദാറ്റ് ഈസ് കേപ്പബിലിറ്റി. എന്നാൽ കോപ്പബിലിറ്റി ഈസ് ഹാൻഡ്ലിംഗ് തിങ്സ് വിച്ച് ആർ നോട്ട് ഇൻ അവർ കൺട്രോൾ. അപ്പൊ നമ്മുടെ കൺട്രോളിൽ അല്ലാത്തതിനെ ഹാൻഡിൽ ചെയ്യുന്നതാണ് കോപ്പബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ കൊറോണയെ ഹാൻഡിൽ ചെയ്യുന്നത് മാസ്ക് ധരിച്ച്, ഡബിൾ മാസ്ക് ധരിച്ച്, സാമൂഹിക അകലം അല്ലെങ്കിൽ ശാരീരിക അകലം പാലിച്ച്, ഹാൻഡ് വാഷ് ചെയ്ത്. സോ ഇറ്റ്സ് എ കോപ്പബിലിറ്റി. വലിയ തിരമാലകൾ അടിക്കുന്ന കടലിലേക്ക് വള്ളമിറക്കി കൊണ്ടുപോകുന്ന മത്സ്യത്തൊഴിലാളിയെ നോക്കൂ. അവന് ഒരു തരത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. പക്ഷേ ആ തിരകൾ അവർക്ക് വള്ളവുമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ആ തിര ഒതുങ്ങുന്ന ആ സമയം നോക്കി അവർ തള്ളി ഇറക്കിക്കൊണ്ടു പോകുന്നു. So that is the way they are handling things which are not in their control. അതേപോലെ ഇവിടെയും നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കുറെ കാര്യങ്ങളാണ്. And we have to handle it. അപ്പൊ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? സോ അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ വ്യക്തമായ മാർഗങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ we have to be calm and peaceful. നമ്മൾ കാമായിരിക്കണം, പീസ്ഫുൾ ആയിരിക്കണം. ഇത് ഞാൻ അതിജീവിക്കും, ഇതിലും വലിയ പുഴ ഞാൻ നീന്തിയിട്ടുണ്ട്. അവിടെയൊക്കെ പാസ്റ്റിൽ നോക്കിയാൽ എന്തെല്ലാം ചലഞ്ചസിനെ ഫേസ് ചെയ്തവരാണ് നമ്മൾ. ആൻഡ് ദീസ് ആർ ഗ്രേറ്റ് വ്യൂസ്. ഇവരാണ് ലോകത്തെ വിശാലമായി കണ്ടവർ. Capability and capability, focusing on others, great views. ഇദ്ദേഹത്തെ നമുക്കറിയാം, തലയിൽ ആപ്പിൾ വീണു. ആപ്പിൾ വീണപ്പോഴ് അദ്ദേഹം ചിന്തിച്ചത് അതെടുത്ത് കടിച്ചു തിന്നുകൊണ്ട് എഴുന്നേറ്റ് മൂടും തട്ടി പോവുകയല്ല ചെയ്തത്. ഇതെന്തുകൊണ്ട് മേലോട്ട് പോയില്ല എന്നാലോചിക്കുന്നു. ആൻഡ് ദാറ്റ് സൈറ്റ് ഹാസ് ട്രാൻസ്ഫോം ടു ഇൻസൈറ്റ്. ഈ കോവിഡ് കാല അനുഭവങ്ങൾ, ഇപ്പോഴത്തെ ഈ ക്രൈസിസ് എന്താണ് എനിക്ക് തരുന്ന ഇൻസൈറ്റ്? വാട്ട് ഈസ് മൈ ലേണിംഗ്? വാട്ട് ഈസ് മൈ ടേക്ക് അവേ? എന്താണ് ഞാൻ ഈ അനുഭവത്തിൽ നിന്ന് ഞാൻ എടുക്കുന്നത്? ഹൈ എനർജി സീയിങ് ദാൻ ലോ എനർജി സീയിങ്. അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കഥയായിരിക്കും ഇത്. ഒരു ദ്വീപില് ഒരു ചെരുപ്പ് കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് പോകുന്ന കഥ കേട്ടിട്ടുണ്ടാവും. അവിടെ ചെന്നപ്പോൾ ആരും ചെരുപ്പിടുന്നില്ല. അപ്പോൾ ആ റെപ്പ് കമ്പനിയിലേക്ക് വിളിച്ചു പറഞ്ഞു, ഇവിടെ ചെരുപ്പിന് മാർക്കറ്റ് ഇല്ല. ദാറ്റ് ഈസ് ലോ എനർജി സീയിങ്. പക്ഷെ വേറൊരാൾ പോയപ്പോൾ അയാൾ പറഞ്ഞു, എല്ലാ സൈസും വിടുക, ഇവിടെ മുഴുവൻ പേരെയും ചെരുപ്പിടിയിച്ചിട്ടേ ഞാൻ വരൂ. ദാറ്റ് ഈസ് ഹൈ എനർജി സീയിങ്. അതൊരു വലിയ ക്രൈസിസ് ആണ്. ഒരാൾക്ക് കിട്ടിയ മാർക്കറ്റ് എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റ് ഉപയോഗിക്കാത്ത മാർക്കറ്റ്. ആ മാർക്കറ്റിലേക്ക് ചെന്നിറങ്ങുമ്പോൾ അയാൾക്കതൊരു വലിയ ക്രൈസിസ് ആണ്. അയാളുടെ എനർജി ലോ ആണെങ്കിൽ അയാൾക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടാവില്ല, അയാൾക്ക് പ്രൊഡക്ടിവിറ്റി ഉണ്ടാവില്ല. അയാളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, എനിക്ക് എങ്ങനെ സാധിക്കും ദൈവമേ ഈ ചെരുപ്പൊക്കെ ഇവിടെ വിൽക്കാൻ. മറിച്ച് മറ്റേയാൾ എന്താണ്? ഇറ്റ് ഈസ് ഹൈ എനർജി സീയിങ്. ഹീസ് തിങ്കിങ് ഫ്രം ദെയർ സൈഡ്. അവരുടെ വശത്തു നിന്നാണ് ചിന്തിക്കുക. ചെരുപ്പിട്ടാൽ ഇവരുടെ ജീവിതം കൂടുതൽ സുന്ദരമാക്കാമല്ലോ, കൂടുതൽ സുരക്ഷിതമാക്കാമല്ലോ, എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മാർഗമാണിത്. ദാറ്റ് ഈസ് ക്രിയേറ്റിവിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി, ഫോക്കസിങ് ഓൺ അതേഴ്സ്. So that is high energy seeing and low energy seeing. What is my way of seeing? How I view this situation? Is it high energy or low energy? And today we see stress in all walks of life. നമ്മൾ ഇന്ന് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സ്ട്രെസ് കാണുകയാണ്.
Stress has taken in roads in work life and family life. എവിടെയും വർക്ക് ലൈഫ് ഇന്റഗ്രേഷൻ എന്നൊക്കെ പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി മാറുന്ന അവസ്ഥയിലേക്ക് സ്ട്രെസ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്ന് ഇടിച്ചു കയറിയിരിക്കുകയാണ്. എ വേർഡ് ദാറ്റ് കെയിം ടു അവർ ലൈഫ് വിത്തൗട്ട് അവർ പെർമിഷൻ, നമ്മുടെ അനുവാദം വാങ്ങാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അതിഥിയാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത്. ആൻഡ് റഷ് ആൻഡ് ഹറി ആർ കോമൺലി ഒബ്സർവ്ഡ് ഫിനോമിന. രാവിലെ എഴുന്നേക്കുന്നു, ഇന്നത്തെ എല്ലാ കാര്യങ്ങളാണ്. അവിടെ പോണം, CFLCC പോണം, കളക്ടറേറ്റിൽ പോണം, വാർഡ് മെമ്പറെ വിളിക്കണം, ആശാ വർക്കറെ വിളിക്കണം. ഹറി, വറി ആൻഡ് കറി, ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഓൾ ദീസ് ക്രിയേറ്റ് അൾസേഴ്സ്. ഇതെല്ലാം നമുക്കുണ്ടാക്കുന്നത് അൾസർ തന്നെയാണ്. ആൻഡ് സ്ട്രെസ് ഇസ് എ ഡിമാൻഡ് ഓൺ ബോഡി ആൻഡ് മൈൻഡ് വിച്ച് ആൻ ഇൻഡിവിജ്വൽ കനോട്ട് കോപ്പ് വിത്ത്. നമുക്ക് ഒരു തരത്തിലും പൊരുത്തപ്പെടാത്ത, നമ്മുടെ ശരീരത്തിന്റെ മേലും മനസ്സിന്റെ മേലുമുള്ള നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത, സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത ഡിമാൻഡ്, അതാണ് സ്ട്രെസ്. എന്നെ കൊണ്ട് അത് പൂർത്തിയാക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ സ്ട്രെസ്സിലേക്ക് ആവുന്നത്. അങ്ങനെ ഒരു തോന്നലുണ്ടോ നമുക്ക്? എന്റെ ശരീരവും എന്റെ മനസ്സും കൊണ്ട് എനിക്കൊരിക്കലും നേടാൻ പറ്റാത്തത് അല്ലെങ്കിൽ പൂർത്തീകരിക്കാൻ പറ്റാത്തതാണ് ഈ ക്രൈസിസ് എന്ന് പറയുന്നത്. ഈ കോവിഡ്, ഡ്യൂട്ടിയും അഡ്മിഷനും TECയും പ്രവേശനം ഓൾസോ, ഇതെല്ലാം കൂടി എന്റെ ഈ ശരീരവും മനസ്സും കൊണ്ട് നടക്കാത്ത കാര്യമാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ there starts stress. And stress is a love energy. When it is blocked, it creates stress. സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു സ്നേഹോർജം കൂടിയാണ്. When it is blocked, it creates stress. ഭർത്താവ് കോവിഡ് ഡ്യൂട്ടിയും പ്രവേശനോത്സവവും ഇതൊക്കെ ആയിട്ട് നടക്കുന്നു, ഭാര്യയും അതൊക്കെ ആയിട്ട് നടക്കുന്നു, പരസ്പരം കാണാനോ സ്നേഹിക്കാനോ അവസരം കിട്ടുന്നില്ല. ദാറ്റ് ക്രിയേറ്റ്സ് സ്ട്രെസ്. സ്നേഹം ബ്ലോക്ക് ചെയ്യുമ്പോഴും നമ്മൾ സ്ട്രെസ് അനുഭവിക്കുന്നു. അത് പ്രണയ ജോഡികളിലും അല്ലെങ്കിൽ പ്രണയതാക്കളിലും ഈ സ്ട്രെസ് ഉണ്ടാക്കുന്നു, സ്നേഹം. ആൻഡ് സ്ട്രെസ് ഗോസ് ഡീപ്പ്, ഇറ്റ് ക്രിയേറ്റ്സ് ലോട്ട് ഓഫ് പ്രോബ്ലംസ്. അത് കൂടുതൽ കഠിനമാകുമ്പോൾ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. Some studies reveal that 4 out of 5 suicides take place due to stress. 5-ൽ 4 സൂയിസൈഡും സ്ട്രെസ് കൊണ്ടാണ്. And 50% of population are liable to this experience. പോപ്പുലേഷന്റെ 15% ഈ ഗണത്തിലാണ്. 100 കുട്ടികൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൽ 15%, 15 പേർക്ക് സ്ട്രെസ് ഉണ്ട്. They are proud to suicide. അത് സൂയിസൈഡിലേക്ക് പോകാനുള്ള എല്ലാ സാഹചര്യമുള്ള 15% പേര് നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ പുറത്തിറങ്ങി ഒരു ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ അവിടെയും 15% ഈ ഗണത്തിലുള്ളവരാണ്. സൂയിസൈഡ് ആൻഡ് കോൺസിക്വൻസ് ഓഫ് സ്ട്രെസ്. സ്ട്രെസ് ഇൻ ലോവർ ലെവൽ ആക്ട് ആസ് എ സ്റ്റിമുലന്റ് ടു പെർഫോം ബെറ്റർ. സ്ട്രെസ് ഉള്ളത് കൊണ്ടാണ് പുതുമകൾ പലതും ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇനിഷ്യൽ സ്ട്രെസ് ഈസ് കോൾഡ് യൂസ് സ്ട്രെസ്. അങ്ങനെ വരുന്ന പോസിറ്റീവ് സ്ട്രെസ്സിനെയാണ് നമ്മൾ യൂസ് സ്ട്രെസ് എന്ന് പറയുന്നത്. സോ യൂസ് സ്ട്രെസ് ഈസ് എ പോസിറ്റീവ് ഫോം ഓഫ് സ്ട്രെസ് ഹാവിംഗ് ബെനിഫിഷ്യൽ എഫക്ട് ഓൺ അവർ ഹെൽത്ത്, മോട്ടിവേഷൻ, പെർഫോമൻസ് ആൻഡ് ഇമോഷണൽ വെൽബീയിങ്. എനിക്കിന്ന് ഞാൻ പറയുന്ന ഈ ക്രൈസിസിൽ ഈ പറയുന്ന സോക്കോൾഡ് ഉത്തരവാദിത്തങ്ങളെല്ലാം ഇതെല്ലാം എന്നിൽ തരുന്നത് യൂസ് സ്ട്രെസ് ആണോ? അത് എനിക്ക് കൂടുതൽ മോട്ടിവേഷൻ തരുന്നുണ്ടോ? ഈ ചലഞ്ച് ഫേസ് ചെയ്യാനുള്ള എനർജി എനിക്ക് തരുന്നുണ്ടോ? അതെനിക്ക് ആവേശം തരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് യൂസ് സ്ട്രെസ്. ആൻഡ് യൂസ് സ്ട്രെസ് ഈസ് പോസിറ്റീവ് സ്ട്രെസ്. ആൻഡ് ഡ്യൂറിംഗ് പോസിറ്റീവ് സ്ട്രെസ്, യൂസ് സ്ട്രെസ് such as promotion or vacation, feel good chemicals called endorphins are released. അപ്പൊ നമുക്കങ്ങനെ ഒരു യൂസ് സ്ട്രെസ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് എന്ന് പറയുന്നത് എൻഡോർഫിൻസും ഓക്സിറ്റോസിനും സെറോട്ടിനും ഡോപ്പാമിനും ഒക്കെയാണ്. ആൻഡ് ദേ ആർ ബോഡി ഫ്രണ്ട്ലി. അത് നമ്മളെ കൂടുതൽ യൗവനത്തിലേക്ക്, ചെറുപ്പത്തിലേക്ക് കൊണ്ടുപോകും. ആൻഡ് പോസിറ്റീവ് സ്ട്രെസ് or use stress is caused by likes of a job promotion which comes with greater responsibility, more hours at office, increased face time with your boss, etc. പുതിയൊരു പ്രൊമോഷൻ, പുതിയൊരു ഉത്തരവാദിത്തം, കൂടുതൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ, കൂടുതൽ സമയം ബോസിനോടൊപ്പം ചെലവഴിക്കുക, അങ്ങനെ പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ദാറ്റ് ഷോസ്, അതെടുക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ദാറ്റ് ഷോസ് അവർ ഇൻട്രസ്റ്റ് ഇൻ അവർ സെൽഫ്. വി ആർ പ്രൊമോട്ടിങ് അവർ സെൽഫ്. നമ്മൾ നമ്മളെ തന്നെ ഉയർത്തുകയാണ്. അപ്പോൾ
സന്തോഷത്തോടെ പുതിയ ഉത്തരവാദിത്തങ്ങൾ സ്വീകരിക്കുമ്പോൾ, അതിനോട് നമ്മൾ വിമുഖത കാണിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഇടിച്ച് താഴ്ത്തുകയാണ്, ഇകഴ്ത്തുകയാണ്. അപ്പൊ പുതിയ ഉത്തരവാദിത്തങ്ങൾ നമ്മളെ പുകഴ്ത്തുകയാണ്. പുതിയ ഉത്തരവാദിത്തങ്ങളെ നമ്മൾ പഴിക്കുമ്പോൾ, ശപിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഇകഴ്ത്തുകയാണ്. But if stress is accentuated longer, it creates distress. This causes lot of psychosomatic problems. ആ സ്ട്രെസ് ഇങ്ങനെ ദീർഘനാൾ നിലനിർത്തിക്കൊണ്ടുപോയാൽ, അതിങ്ങനെ ഉള്ളിൽ ഹോൾഡ് ചെയ്താൽ അത് ഡിസ്ട്രെസ് ആയി മാറും. ആ ഡിസ്ട്രെസ് ആണ് മനോരോഗങ്ങൾക്ക് കാരണമാവുന്നത്. സോ സ്ട്രെസ് എന്ന വാക്ക് അത് തികച്ചും നെഗറ്റീവ് അല്ല. ഈ സ്ട്രെസ്സിനകത്ത് വരുന്ന രണ്ട് ഘടകങ്ങളുണ്ട്, യൂസ്ട്രെസ് ആൻഡ് ഡിസ്ട്രെസ്. അതിൽ ഡിസ്ട്രെസ് ആണ് നെഗറ്റീവ്, യൂസ്ട്രെസ് ഈസ് പോസിറ്റീവ്. ആൻഡ് ചെക്ക്, എനിക്കുള്ളത് എന്താണ്, ഇസ് ഡിസ്ട്രെസ് ഓർ യൂസ്ട്രെസ്? ഒന്ന് പരിശോധിക്കുക. And distress is the unpleasant emotion and feelings that get in the way of your daily living and affect how you react to people around you. നമ്മൾ ഡിസ്ട്രെസ് ആണെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് സ്പോയിൽ ആകും, നമ്മുടെ റിയാക്ഷൻസ് വളരെ മോശമായിരിക്കും, എല്ലാവരോടും നമുക്ക് ദേഷ്യമായിരിക്കും, എന്തിനേയും നമ്മൾ പഴിക്കും. അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ മോശമാക്കും. നമ്മളോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ എവിടെയും നമ്മളെ ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യും, എവിടെയും നമ്മളെ വിജയിയായിട്ട് നമ്മൾ നിലനിർത്തും. നമുക്ക് നമ്മളോട് സ്നേഹമുണ്ടെങ്കിൽ പുത്തൻ ചലഞ്ചസ് വരുമ്പോൾ ആ ചലഞ്ചസ് ഏറ്റെടുത്ത് നമ്മളെ കൂടുതൽ ഉയരത്തിലേക്ക് നമ്മൾ ഉയർത്തി നിർത്തും. അതിന് നമുക്ക് വേണ്ടത് യൂസ്ട്രെസ് ആണ്. സോ ചെക്ക് ഇറ്റ്. An example of distress might be an injury that removes you from exercise, a death of a noble one, double duty, not getting the college or choice, or losing your job. ഇതെല്ലാം ഡിസ്ട്രെസ് ആണ്. അപ്പൊ നമുക്ക് ഈ പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങൾ മേ ബി ക്രിയേറ്റ് ഡിസ്ട്രെസ് ഇൻ us. പക്ഷെ നിങ്ങൾക്ക് പലപ്പോഴും എനിക്ക് തോന്നുന്നു യൂസ്ട്രെസ് ആണ് എന്ന് തോന്നുന്നു. എന്റെ ചുറ്റുമുള്ള 2-3 അധ്യാപകരെ എനിക്കറിയാം, അവരത് എൻജോയ് ചെയ്ത് ചെയ്യുന്നത് കാണുമ്പോൾ ഇറ്റ് ഈസ് യൂസ്ട്രെസ്. And there is difference between eustress, which is a term for positive stress, and distress, which refers to negative stress. And in daily life, we often use the term stress to describe negative situations. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്ട്രെസ് പറയുന്നത് നെഗറ്റീവ് സിറ്റുവേഷൻസിനെയാണ്. This leads many people to believe that all stress is bad for you, which is not true. അങ്ങനെ വരുമ്പോൾ എല്ലാ സ്ട്രെസ്സും നല്ലത് മോശമാണ് എന്ന് പറയാൻ പറ്റില്ല. ദർ ആർ സം ഗുഡ് സ്ട്രെസ്. അതിനെയാണ് നമ്മൾ യൂസ്ട്രെസ് എന്ന് പറയുന്നത്. ഈ കാണുന്ന സംഭവങ്ങൾ കണ്ടോ, ഇതെല്ലാം നമ്മുടെ ഹൗസ് ഹോൾഡ് യൂട്ടൻസിൽസ് ആണ്. ഇതെല്ലാം ഉണ്ടായതിന് പിന്നിൽ ഒരു സ്ട്രെസ് ഉണ്ട്, ഒരാളുടെ സ്ട്രെസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഓരോ ഐറ്റംസിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരുണ്ട്. അവരെല്ലാം അനുഭവിച്ചൊരു സ്ട്രെസ് ഉണ്ട്. ആ സ്ട്രെസ് ആണ് യൂസ്ട്രെസ് എന്ന് പറയുന്നത്. അവരുടെ ക്യൂരിയോസിറ്റിയാണ് ഈ ക്രിയേറ്റിവിറ്റിക്കും പ്രൊഡക്ടിവിറ്റിക്കും പിന്നിലുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ളത് ജീവനുള്ള കുറെ കുട്ടികൾ, ജീവനുള്ള കുറെ രോഗികൾ, നമ്മുടെ സഹജീവികൾ. വാട്ട് ക്രിയേറ്റിവിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി, വാട്ട് എ ബിഗ് ഓപ്പർച്യൂണിറ്റി. ഇതൊരു വലിയ ബ്ലെസ്സിങ് ആണ് ഈ ജീവനുള്ളവരെ നർച്ചർ ചെയ്യാൻ, ആ ജീവനുള്ളവരെ പാകപ്പെടുത്താൻ കിട്ടുന്ന അവസരം. Blessed you are. Heavy stress can cause blood pressure, diabetes, migraine, etc. Persons in stress can become non-cooperative, non-communicative and shabby. അപ്പൊ സ്ട്രെസ് ആണെങ്കിൽ അത് ബ്ലഡ് പ്രഷറിന് കാരണമാവും, ഡയബറ്റീസിന് കാരണമാവും. സ്ട്രെസ് ആണെങ്കിൽ ജീവിതത്തിന്റെ മാധുര്യം നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ വരും. ജീവിതത്തിന്റെ മാധുര്യം അനുഭവിക്കാൻ പറ്റാത്തവർക്കാണ് പഞ്ചസാരയുടെ അസുഖമുണ്ടാവുന്നത്, മധുരത്തിന്റെ അസുഖമുണ്ടാവുന്നത്. ദാറ്റ് ഈസ് ഡയബറ്റീസ്. അപ്പൊ സ്ട്രെസ്, ബിസിനസിന്റെ സ്ട്രെസ്, ഫിനാൻഷ്യലി മെറ്റീരിയലി ഞാൻ ബംഗ്ലാവുണ്ട്, ബാങ്കിൽ കോടിക്കണക്കിന് രൂപയുണ്ട്, ഞാൻ സഞ്ചരിക്കുന്ന പോഷ് കാറിലാണ്, എല്ലാമാണ്. പക്ഷെ 6 രൂപയുടെ ജിലേബി എടുത്തു തന്നാൽ തിന്നാൻ പറ്റില്ല. കാരണം ഞാൻ ഈ അച്ചീവ് ചെയ്തതൊന്നും കംഫർട്ടബിൾ സ്മൂത്ത് വേയിലായില്ല. സോ ഹൗ യു ആർ പെർഫോമിംഗ് യുവർ ഡ്യൂട്ടി നൗ?
Is it comfortable? Is it in a smooth way? Are you happy with that? അങ്ങനെ ജീവിതത്തെ എൻജോയ് ചെയ്യുമ്പോഴാണ് നമുക്ക് മധുരമിട്ട ചായ കുടിക്കാൻ നമുക്ക് പറ്റുന്നത്. So in some high stress brings out absenteeism, quarrelsomeness, guilty, worry and hurry. നമ്മുടെ ഇടയിൽ ഒത്തിരി പേര് ലീവ് എടുക്കാം, കൊഴിഞ്ഞു പോവാം, വറി, ഗിൽറ്റ്, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ സ്ട്രെസ് കൊണ്ടുണ്ടാവുന്നത്. And these consequences of stress erode the productivity of a person. അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ അത് പിടിച്ച് താഴേക്ക് കൊണ്ടുപോകും. The quality of life is affected and family life is disturbed. അങ്ങനെ നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റിയും ഫാമിലി ലൈഫും റിലേഷൻഷിപ്പും എല്ലാം സ്പോയിൽ ആവും ഈ സ്ട്രെസ്സിലൂടെ. പക്ഷെ നമ്മൾ അത് മറ്റുള്ളവരുടെ വശത്ത് നിന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ, ഇഫ് യു ആർ തിങ്കിങ് ഓഫ് അതേഴ്സ്, ഇതെല്ലാം നമ്മളിൽ കൊണ്ടുവരുന്നത് ക്യൂരിയോസിറ്റി ആയിരിക്കും. ആ ക്യൂരിയോസിറ്റി ക്രിയേറ്റിവിറ്റിക്കും പ്രൊഡക്ടിവിറ്റിക്കും കാരണമാവും. ആ ക്രിയേറ്റിവിറ്റിയും പ്രൊഡക്ടിവിറ്റിയും അല്ലെങ്കിൽ ആ ക്യൂരിയോസിറ്റി നമുക്ക് ന്യൂ സ്ട്രെസ് തരും. ന്യൂ സ്ട്രെസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ബോഡി ഫ്രണ്ട്ലി ഹോർമോൺസ് ആണ്. ആ ഹോർമോൺസ് ഫീൽ ഗുഡ് അവസ്ഥ കൊണ്ടുവരും. ആ ഫീൽ ഗുഡ് അവസ്ഥ ജീവിതത്തെ മധുരതരമാക്കും. അങ്ങനെ ജീവിതത്തിന്റെ മാധുര്യം അനുഭവിച്ച് ഞാൻ പോകുമ്പോൾ എനിക്ക് ജീവിത ശൈലി രോഗങ്ങളിൽ നിന്ന് എനിക്ക് വിടുതലുണ്ടാവും. അതിൽ ഞാൻ പെടുന്നില്ല. സോ ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്ട്രെസ്. എങ്ങനെ നമുക്ക് സ്ട്രെസ് ഉണ്ടോ ഇല്ലെന്ന് ഐഡന്റിഫൈ ചെയ്യാം? We can understand and identify our own stress by observing our experience in hectic situations, stressful situations. ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത്, അത് മാത്രം നോക്കി നമുക്ക് സ്ട്രെസ് ഉണ്ടോ ഇല്ലയെന്ന് അറിയാം. ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ, നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് CFL TC ഡ്യൂട്ടി ഉണ്ട്, സ്കൂളിൽ പോകണം, TC കൊടുക്കാനുണ്ട്, അഡ്മിഷൻ ഉണ്ട്, പ്രവേശനോത്സവം നാളെ 1-ാം തീയതി, ചെറുതെല്ലാം കാര്യങ്ങൾ. വാട്ട് ഈസ് ഹാപ്പനിങ്? എനിക്ക് പാൽപിറ്റേഷൻ ഉണ്ടോ? നെഞ്ചിടിപ്പ് കൂടുന്നുണ്ടോ? എനിക്കൊരു ശ്വാസം മുട്ടൽ തോന്നുന്നുണ്ടോ? എനിക്കൊരു ഗ്യാസ്ട്രൈറ്റിസ് ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്ക് തലവേദന ഉണ്ടാക്കുന്നുണ്ടോ? എനിക്ക് ക്ഷീണം, എഴുന്നേക്കാൻ തോന്നുന്നില്ല, അങ്ങനുണ്ടോ? എനിക്ക് ഒരു ഓക്കാനം ഛർദി തോന്നുന്നുണ്ടോ? വാട്ട് ഈസ് ഹാപ്പനിങ്? ബ്രീത്തിങ് ഗോസ് അപ്പ്, heavy flow of blood, heartbeat goes up, feel heaviness, irritability, stiffness in body. ഇതൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ കുറെ കാര്യങ്ങൾ. രാവിലെ എഴുന്നേൽക്കുമ്പോ ഇതാണോ അവസ്ഥ? ആണെങ്കിൽ we are in stress. So the earlier we start, the easier. ഈ ഒബ്സർവേഷൻ, ഈ പരിശോധന എത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും ഈസിയാണ്. So to understand the risk of stress, let us add the alphabetic number of each letter of the word stress. നമ്മുടെ ഈ സ്ട്രെസ്സിന്റെ ഓരോ ലെറ്ററിന്റെയും ആൽഫബറ്റിന്റെയും വാല്യൂ എടുത്ത് നമുക്കൊന്ന് കൂട്ടി നോക്കാം. സ്ട്രെസ് നമ്മൾ ഇങ്ങനെ എഴുതി അതിന്റെ വാല്യൂ ആൽഫബറ്റ്സിൽ അതിന്റെ വാല്യൂ എടുത്താൽ സ്ട്രെസ്, ആ വേർഡിന്റെ വാല്യൂ 100% ആണ്. ദാറ്റ് മീൻസ് സ്ട്രെസ് കോസ് 100% റിസ്ക് ടു എ പേഴ്സൺ. ഒരു വ്യക്തിക്ക് റിസ്ക് 100% ആണ് സ്ട്രെസ് ഉള്ളവർക്ക്. ജീവിതശൈലി രോഗങ്ങൾ ഉറപ്പാണ്. അപ്പൊ നമ്മൾ ഇത് പരിശോധിക്കുക, എന്താണ് നമ്മുടെ ബോഡി സെൻസേഷൻ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ. നാളെ പ്രവേശനോത്സവവും കോവിഡ് ഡ്യൂട്ടിയും മറ്റ് ഓൺലൈൻ ക്ലാസ്സും എല്ലാം ഉണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താണ് എന്റെ ബോഡി സെൻസേഷൻ? ഹൗ ഐ ആം ഫീലിംഗ്? പരിശോധിക്കുക. ടേക്ക് എ ഡീപ് ബ്രീത്ത്. 1, 2, 3 ഡീപ് ബ്രീത്ത് എടുക്കുക. then check what is happening. ആ സുന്ദരമായ സ്കൂൾ കാലഘട്ടം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഒന്ന് നന്നായി ചിരിക്കുക. സോ സ്ട്രെസ് ഈസ് റിസ്കി. 100% സ്ട്രെസ്സിന്റെ പോയിന്റ്സ് അല്ലെങ്കിൽ ടോട്ടൽ സം എന്ന് പറയുന്നത്. സോ ഹൗ ടു ഓവർകം സ്ട്രെസ്? സിംപ്ലി ഒറ്റ വാക്കേ ഉള്ളൂ, ദാറ്റ് ഈസ് ഡിസിപ്ലിൻ. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഓരോ സിറ്റുവേഷനിലും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സംതിങ് ഇന്നോവേറ്റീവ്. അത് പുതുമകൾ നമ്മുടെ ജീവിതത്തിൽ തരും. മൊണോട്ടോണി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നു. പുതിയ ഉത്തരവാദിത്തങ്ങൾ വരുന്നു.
ആ മൊണോട്ടോണി മാറുമ്പോൾ, അല്ലെങ്കിൽ മൊണോട്ടോണി മാറി പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഡൈവേഴ്സിറ്റീസ് വരുമ്പോൾ എനിക്ക് എന്റെ ബ്രെയിനിനെ പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്താൻ പറ്റുന്നു, എനിക്ക് എന്റെ ക്രിയേറ്റിവിറ്റിയെ കൂടുതൽ ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ പുതിയ പ്രൊഡക്ടിവിറ്റി എനിക്ക് സൃഷ്ടിക്കാൻ പറ്റുന്നു. എന്റെ ജീവിതത്തിലെ പുതിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്, പുതിയൊരു പരീക്ഷണത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്, പുതിയൊരു ക്രൈസിസ്, ശ്രീജ മാമിന്റെ ക്രൈസിസിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഇത് നീന്തി ഞാൻ കയറുമ്പോൾ ഞാനും ഒരു പുതിയ മനുഷ്യനാവും. സോ ദാറ്റ് ഐ വാണ്ട് ഡിസിപ്ലിൻ. അതിനെനിക്ക് വേണ്ടത് ഡിസിപ്ലിനാണ്. ഡു വാട്ട് ഐ ആം സപ്പോസ് ടു ഡു. എന്താണ് ഞാൻ ചെയ്യേണ്ടത് അത് ഞാൻ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഹൗ സെൽഫ് ഡിസിപ്ലിൻ ക്യൂർസ് ദി സ്ട്രെസ്. എങ്ങനെ സെൽഫ് ഡിസിപ്ലിൻ സ്ട്രെസ്സിനെ ക്യൂർ ചെയ്യും? We can understand the importance of discipline by adding the alphabetic serial number of each letter of the word. ഓരോ ലെറ്ററിനെയും നമ്മൾ സ്ട്രെസ്സിന് ആഡ് ചെയ്തതുപോലെ ഡിസിപ്ലിനെയും നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ആൻഡ് ഡിസിപ്ലിൻ 100%. അപ്പോൾ സ്ട്രെസ് 100%. ടീച്ചർ മാം എന്തെങ്കിലും പറയുന്നോ? അത് വേറൊരു ടീച്ചറാണ് മൈക്ക് ഓൺ ചെയ്ത് വിളിച്ചത്. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ? ശ്രീദേവ് ടീച്ചർ എന്തെങ്കിലും പറയാൻ വേണ്ടിയാണോ മൈക്ക് ഓൺ ചെയ്തത്? റെസ്പോൺസ് ഒന്നും വരുന്നില്ല സർ. ഓക്കെ. സോ സ്ട്രെസ് 100% നമുക്ക് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യും എന്നാണ് പറയുന്നതെങ്കിൽ, നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും അത് ദുഷിപ്പിക്കും എന്നാണ് പറയുന്നതെങ്കിൽ, ഡിസിപ്ലിൻ 100% ക്യൂർ ഫോർ ദാറ്റ്. അതിനുള്ള ക്യൂർ ആണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. സോ ഡിസിപ്ലിൻഡ് ലൈഫ്. രാവിലെ ഒരു മെഡിറ്റേഷൻ ചെയ്യാം, ഇത്തിരി നടക്കാം, എന്തെങ്കിലും ചെറിയ എക്സസൈസ് ചെയ്യാം, ഒന്ന് ചിരിക്കാം, ഒരു ലാഫിംഗ് എക്സസൈസ് ചെയ്യാം. അപ്പം എന്തെല്ലാം കാര്യങ്ങൾ ഒരു ഡിസിപ്ലിൻ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കുണ്ട്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ട്. സോ ഈ ക്രൈസിസ് സിറ്റുവേഷനിൽ നമ്മൾ സ്ട്രെസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ അഫക്ട് മൈ ബോഡി 100% ആൻഡ് ഇറ്റ് വിൽ ക്രിയേറ്റ് ബാഡ് ഇമ്പാക്ട്സ് ഇൻ മൈ ബോഡി. എന്റെ ശരീരത്തിൽ അത് മോശമായ ഇമ്പാക്റ്റ് ആണ്, മോശം ക്ഷതങ്ങളാണ് വരുത്തുന്നത്. ആൻഡ് ദി സൊല്യൂഷൻ ഫോർ ദിസ് ഈസ് ഡിസിപ്ലിൻ which ensures 100% cure. And discipline, if we consider stress as 100% risk, discipline is 100% remedy to it. Stress can be effectively checked by inculcating discipline. ഈ സ്ട്രെസ്സിനെ നമുക്ക് ചെക്ക് ചെയ്യാം, സ്ട്രെസ്സിനെ നമുക്ക് തടഞ്ഞു നിർത്താം ത്രൂ ഡിസിപ്ലിൻ. ആൻഡ് ഡോണ്ട് ബി എ preserver of past or gardener of future, but be an architect of present. അപ്പൊ കഴിഞ്ഞ കാലത്തിന്റെ കാത്തു സൂക്ഷിപ്പുകാരനാവാതെ, പുതിയ കാലത്തിന്റെ വരാൻ പോകുന്ന കാലത്തിനെ കുറിച്ച് ചിന്തിച്ച് അതിന്റെ ഒരു ഗാർഡിനർ ആവാതെ, പുത്തൻ പ്രതീക്ഷകളുടെ തോട്ടക്കാരനാവാതെ, ബി ഇൻ ദി പ്രസന്റ്. ഈ നിമിഷം എനിക്ക് ജീവിതം തന്നതിന് താങ്ക് യു. അടുത്ത നിമിഷം താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അങ്ങനെ എനിക്ക് പ്രസന്റിലായിരിക്കാൻ, ഈ ഉത്തരവാദിത്തങ്ങൾക്ക് താങ്ക്സ്, ഇതിനെ ഭംഗിയായിട്ട് അതിജീവിക്കാൻ എന്നെ ബലപ്പെടുത്തുന്നതിന് താങ്ക്സ്. ആൻഡ് ഓൾ ദീസ് താങ്ക്സ് ആർ ടു യൂണിവേഴ്സ്. ഇതെല്ലാം നമ്മൾ ഈ പ്രപഞ്ചത്തിന് കൊടുക്കുന്ന നന്ദിയാണ്. അപ്പോഴാണ് നമ്മൾ പ്രസന്റിലാവുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ എ ഡിസിപ്ലിൻ. നന്ദിയുള്ളവനായിരിക്കുക എന്നുള്ളതും ഡിസിപ്ലിന്റെ ഒന്നാമത്തെ പ്രമാണമാണ്. ആൻഡ് what can I give? What can I take? ഏതാണ് എന്റെ ചിന്ത ഈ ക്രൈസിസ് സിറ്റുവേഷനിൽ? എനിക്ക് ചെയ്യാൻ ഒരു സ്വാതന്ത്ര്യ സമരമില്ല, പക്ഷെ ഞാൻ ഇന്ന് സ്വാതന്ത്ര്യ സമര തുല്യമായ അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഈ രാജ്യത്തിന് വേണ്ടി, എന്റെ സഹജീവികൾക്ക് വേണ്ടി. ഇവിടെ എന്റെ ചിന്ത എന്താണ്? വാട്ട് ക്യാൻ ഐ ഗിവ് ഓർ വാട്ട് ക്യാൻ ഐ ടേക്ക്? എന്താണ് എന്റെ ചിന്ത? എന്റെ ചിന്ത വാട്ട് ക്യാൻ ഐ ടേക്ക് എന്നാണെങ്കിൽ ഐ ആം ഇൻ സ്ട്രെസ്. വാട്ട് ക്യാൻ ഐ ഗിവ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നതെങ്കിൽ ഐ ആം ഇൻ യൂസ്ട്രെസ്. സോ വാട്ട് ക്യാൻ ഐ ടേക്ക് എന്നാണെങ്കിൽ ദാറ്റ് ഈസ് ഡിസ്ട്രെസ്. സോ ചെക്ക് യുവർ സെൽഫ്. എന്താണ് ചിന്ത? വാട്ട് ക്യാൻ ഐ ഗിവ് ഓർ വാട്ട് ക്യാൻ ഐ ടേക്ക്? മഹത്തരമാണ് നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ.
ഇത്രയും ഭംഗിയായിട്ട് ഈ ഗവൺമെന്റിനെ സഹായിച്ചുകൊണ്ട് കോവിഡ് പേഷ്യൻസിന് ഇത്രയും സൗകര്യങ്ങളും അവരുടെ സേവനങ്ങളും അവർക്ക് ഹെൽപ്പിംഗ് ഹാൻഡ്, നിങ്ങളുടെ സഹായഹസ്തങ്ങളും ഒക്കെ എത്തിച്ചു കൊടുത്തുകൊണ്ട് വാട്ട് ക്യാൻ ഐ ഗിവ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ഇങ്ങനൊരു കർമ്മം ചെയ്യാൻ എനിക്ക് അവസരം തന്നതിന് നന്ദി പറഞ്ഞ് അതിൽ സുഖം കണ്ടെത്തി സന്തോഷത്തിന്റെ അനുഭൂതി അനുഭവിച്ച് ജീവിതത്തിലേക്ക് പോകുമ്പോൾ അതാണ് ജീവിതം എന്ന് പറയുന്നത്. ആൻഡ് കർമ്മ ഈസ് ഡൂയിങ് ഫോർ അതേഴ്സ് ആൻഡ് ക്രിയ ഈസ് ഡൂയിങ് ഫോർ അസ്. എന്താണ് ചെയ്യുന്നത്? കർമ്മയാണോ ക്രിയയാണോ? ഇതാണ് നമ്മുടെ ചോദ്യം. ക്രിയയാണെങ്കിൽ വി ആർ ഇൻ സ്ട്രെസ്, കർമ്മയാണെങ്കിൽ വി ആർ ഇൻ യൂസ്ട്രെസ്. ഇവിടെയാണ് ക്രിയേറ്റിവിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി വരുന്നത്. ഇവിടെയാണ് നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് ചിന്ത വരുന്നത്. മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കുന്നിടത്ത് അവസാനിക്കുന്നു സ്ട്രെസ്, അവിടെ ഉദിക്കുന്നു യൂസ്ട്രെസ്. അപ്പൊ ഡിസ്ട്രെസ്സിൽ നിന്നും യൂസ്ട്രെസ്സിലേക്ക് നമുക്ക് വരണമെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് വാട്ട് ക്യാൻ ഐ ഡു ഫോർ അതേഴ്സ്. അധ്യാപകർ അവരുടെ ജീവിതം ഒഴിഞ്ഞു വെക്കുന്നത് തലമുറകൾക്ക് വേണ്ടിയാണ്. അവർക്ക് വേണ്ടി ത്യജിച്ച ജീവിതമാണ്. അവരെ പുതിയ വഴിയിലേക്ക് കൈപിടിച്ച് നടത്തുന്നവരാണ്. അവരെ വിജയികളാക്കി മാറ്റുന്നവരാണ്. അവർക്ക് ജീവിതത്തിന്റെ പുതിയ മാനങ്ങൾ കാണിച്ചു കൊടുക്കുന്നവരാണ്. അവര് നിങ്ങളുടെ വിരൽത്തുമ്പുകളിൽ കൈപിടിച്ച് വരുമ്പോൾ അവരെ കഥയുടെ കാണാപ്പുറങ്ങൾ കാട്ടിക്കൊടുക്കുന്നവരാണ്. നിങ്ങളുടെ ചെല്ലങ്ങളിൽ ഇരിക്കുന്ന നല്ല സദ്ചിന്തകൾ പകർന്നു കൊടുത്തുകൊണ്ട് ഒരു തലമുറയെ വാർത്തെടുക്കുന്നവരാണ് നിങ്ങൾ ചെയ്യുന്നതാണ് കർമ്മം എന്ന് പറയുന്നത്. എവിടെയെങ്കിലും സ്ട്രെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പരിശോധിക്കുക, ഞാൻ ചെയ്യുന്നത് കർമ്മമാണോ ക്രിയയാണോ? ക്രിയയാണെങ്കിൽ എവിടേക്കോ ഞാൻ എന്നെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നു മറ്റുള്ളവരെക്കാൾ. അപ്പോഴാണ് നമുക്ക് ഡിസ്ട്രെസ് ഉണ്ടാവുന്നത്. സോ നിങ്ങളുടെ ഈ മഹത്തരമായ പ്രൊഫഷനിൽ മറ്റുള്ളവർക്കായി നിങ്ങൾക്ക് ത്യജിക്കാൻ കിട്ടുന്ന ഈ അവസരം കർമ്മ. ആൻഡ് താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ടീച്ചർ മാം, ആ 1 മണിക്കൂർ കറക്റ്റ് ടൈമിൽ സാർ അവസാനിപ്പിച്ചു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ ഇന്ററാക്ഷനോ ഉണ്ടെങ്കിൽ അതിന് ഒരു 5 മിനിറ്റ് സമയം നമുക്ക് മാറ്റിവെക്കാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്. ഹലോ സാർ, ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഞാൻ JDTTA പ്രിൻസിപ്പളാണ്, തുറവൂർ JDTTA. അപ്പം വളരെ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു സാറ്. നാളെ പ്രവേശനോത്സവമാണ്, ഒരുപാട് തിരക്കുണ്ട്. അപ്പം സാർ ഇപ്പൊ പറഞ്ഞ ക്ലാസ്സിലൂടെ എന്താണ് ഡിസ്ട്രെസ് എന്നും യൂസ്ട്രെസ് എന്നും വളരെ അധികം മനസ്സിലായി. അപ്പൊ ആ ഒരു പോസിറ്റീവ് എനർജി ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാം. നല്ല ഒരു ക്ലാസ്. മെനി താങ്ക്സ് സാർ. മെനി താങ്ക്സ്. വെൽക്കം മാം, വെൽക്കം മാം. സാറിന്റെ ക്ലാസ് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഞാനൊരു റിക്വസ്റ്റ് വെക്കുവാണ് സാറിനോട് മാത്രമല്ല BRC ടീമിനോട് കൂടി. കാരണം ഇപ്പൊ പറഞ്ഞത് ടീച്ചേഴ്സിന്റെ ഒരു സ്ട്രെസ് കുറക്കാനായിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നല്ലോ. അപ്പോ എന്റെ ഒരു റിക്വസ്റ്റ്, ഇപ്പോ അതിനേക്കാളും ടീച്ചേഴ്സ് എല്ലാവരും ഫേസ് ചെയ്യാൻ പോകുന്നത് കുട്ടികൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിട്ടുണ്ടല്ലോ. അപ്പൊ അവരുടെ സ്ട്രെസ് കുറക്കുക എന്നത് ശരിക്കും ടീച്ചേഴ്സിന് ഒരു വെല്ലുവിളിയായിരിക്കും. നേരിട്ട് കാണുന്നത് പോലെയല്ല ഈ ഒരു സിറ്റുവേഷനില് ആ കുട്ടികളുടെ ഒരു സ്ട്രെസ് കുറക്കുക. അതിന് പറ്റിയ തരത്തിലൊരു ക്ലാസ് കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ സാധിച്ചെങ്കിൽ അതൊരു ഉപകാരമായിട്ട് തോന്നുന്നു. BRC അതിനുവേണ്ടി എത്രയും വേഗം ശ്രമിക്കുന്നതാണ് ടീച്ചർ. നമസ്തേ സാറേ, ഗീത ടീച്ചറാണ്, NSSLPS പാണാവള്ളി. ശ്രീജ മാഡം. ഇന്ന് ഈ പറഞ്ഞ മേഖലകളൂടെ ഒക്കെ കടന്നുപോയ കൊണ്ട് ഇന്ന് മാഡത്തിന് അറിയാലോ, ഹലോ വേൾഡ് രാവിലെ, അത് കഴിഞ്ഞപ്പോഴത്തേക്കും പുസ്തക വിതരണം,
പിന്നെ നാളത്തെ ഒരുക്കങ്ങൾ നടത്തിയിട്ടില്ല, സമ്പൂർണ്ണയിലേക്ക് കുട്ടികളുടെ ഇത് കയറ്റിയിട്ടില്ല, ഭയങ്കര സ്ട്രെസ്സിലായിരുന്നു. പക്ഷെ ചെറിയൊരു ആശ്വാസം എന്തായാലും ഇത്രയും നേരം കുറച്ച് കേട്ടപ്പോ തന്നെ ഇന്നത്തെ അവസ്ഥയ്ക്കൊരു മാറ്റം വരുമല്ലോ എന്നോർത്ത് പൂർണ്ണമായിട്ട് കേൾക്കാനായിട്ടിരുന്നു. വളരെ വളരെ സമാധാനം കിട്ടി. കുറച്ചു മാറ്റങ്ങൾ നാളെ മുതൽ വരുത്തണമെന്നുള്ള ഒരു തോന്നലുണ്ടായി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ മാറും, പിന്നെ അറിയാതെ ഒത്തിരി സ്ട്രെസ് അറിയാതെ കടന്നുകൂടും. പിന്നെ കുറച്ചൊക്കെ അത് എൻജോയ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, എന്നാലും ചില സമയങ്ങളിൽ വിട്ടുപോകാറുണ്ട്. ഇതൊരു സമാധാനം കുറച്ച് കിട്ടി. താങ്ക് യു സർ. വിട്ടുപോകുമ്പോ ബൗൺസ് ബാക്ക് ചെയ്യുന്നതിലാണ് ടീച്ചർ, അതാണല്ലോ ചെയ്യുന്നത്. വിട്ടുപോകും, തിരിച്ചു വരും, വിട്ടുപോകും. അതാണ്, നമ്മൾ മനുഷ്യരാണ് ടീച്ചർ, നമ്മൾ ഗ്രേറ്റ് 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 ടീച്ചർ. ഓക്കെ സർ. ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അതിനു വേണ്ടിയിട്ടായിരുന്നു. സർ, ഇനി ആരും ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഔദ്യോഗികമായി ഈ ചടങ്ങിന് നന്ദി പറയുന്നതിനായി തുറവൂർ BRCയിലെ ട്രെയിനർ ലിജി ടീച്ചറെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ലിജി ടീച്ചർ പ്ലീസ്. സാറേ, വളരെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു. എല്ലാവരും നമുക്കറിയാം, ഈ കൊറോണ കാലത്ത് ഏറ്റവും വിഷമിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തില് സാറിന്റെ വാക്കുകൾ നമുക്ക് വളരെ ഒരു ആത്മശക്തിയും അതുപോലെ തന്നെ ധൈര്യവും ഇനിയും അതിനെ നേരിടണമെന്നുള്ള ഒരു മനസ്സും നമുക്ക് തരുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ആയിരുന്നു. അപ്പൊ ആ നല്ല സ്ട്രെസ് ഞങ്ങൾക്ക് ഉണ്ടാവാൻ, അത് മെയിൻറ്റെയിൻ ചെയ്യാനും മോശം സ്ട്രെസ്സിനെ ഞങ്ങൾക്ക് മാറ്റാനും ഒക്കെ സാറിന്റെ വാക്കുകൾ ഉപകരിക്കും. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും, ഏകദേശം 100ഓളം പേര്, നമ്മുടെ 90-നടുത്ത് ആൾക്കാർ നമ്മുടെ ഈ ക്ലാസ് കേട്ടു. എല്ലാവരും അത് വളരെ നന്നായി ഉൾക്കൊണ്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഇടയ്ക്ക് എനിക്ക് തുടങ്ങിയ സമയത്ത് ഒരു ഇത്തിരി റേഞ്ചിന്റെ പ്രശ്നം വന്നത്, കറണ്ട് പോയപ്പോ. പക്ഷെ സാറ് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നമ്മുടെ മനസ്സിനെ ശരിക്കും എന്താ പറയുക, ധൈര്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ നാളെ മുതൽ അങ്ങോട്ടുള്ള പുതിയ ഈ കാലഘട്ടത്തിലെ പുതിയ ക്ലാസ്സുകളിൽ ഇനിയും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി ഒന്നിലധികം കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുന്തോറും നമ്മുടെ ശക്തി വർദ്ധിക്കുകയാണെന്നുള്ളത് സാറിന്റെ വാക്കുകളിലൂടെയും കൂടി, പിന്നെ കുറച്ച് അനുഭവത്തിലൂടെയും, ഞങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഒരേ സമയം ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് എൻജോയ് ചെയ്ത് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സമാധാനം, അല്ലെങ്കിൽ അത് പൂർത്തിയാക്കാൻ പറ്റുന്ന ഒരു രീതി, അപ്പൊ നമുക്ക് എവിടുന്നൊക്കെയോ ശക്തി കിട്ടുന്ന പോലെയാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും സാറിന്റെ വാക്കുകളിൽ നിന്നും കൃത്യമായിട്ടും അത് നമുക്ക് ബോധ്യപ്പെട്ടു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇനി ഞങ്ങളുടെ കുട്ടികൾക്കും എല്ലാവർക്കും കൂടി വീണ്ടും ഇതുപോലെയുള്ള നല്ല വാക്കുകൾ സാറ് പങ്കുവെച്ച് തരണം. അതിന് ഞങ്ങളുടെ ശ്രീജി ടീച്ചറും ഞങ്ങളുടെ BRC അജിമോ സാറും എല്ലാവരും അതിനുവേണ്ടി മുൻകൈ എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അധ്യാപകര് ആവശ്യപ്പെട്ട സ്ഥിതിക്ക് തീർച്ചയായിട്ടും അത് ചെയ്യും. എന്തായാലും ഈ ഒരു മണിക്കൂർ, വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഈ ഒരു മണിക്കൂർ സാർ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നല്ല ഒരു ക്ലാസ് തന്നതിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, BRCയുടെയും അധ്യാപകർ, ഞങ്ങളുടെ സബ് ജില്ലയിലെ എല്ലാ അധ്യാപകരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സർ. വെൽക്കം മാം. നല്ല വാക്കുകൾക്ക് നന്ദി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഈ പരിപാടിയിൽ മുഴുവൻ നേരവും പങ്കെടുത്ത മുഴുവൻ അധ്യാപകർക്കും BRCയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. റോളിൻ സാറിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു അധ്യയന വർഷം ആശംസിക്കുന്നു. താങ്ക് യു. ശുഭരാത്രി. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.